നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ നീചമാരണവും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയനിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്ന സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാണിതൻ മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാതവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും നിൻ മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി
കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമാ. മഹത്വനാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാമേ ആത്മാവിനാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ദുഃഖത്തിനൊപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുഴിച്ചെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷീണിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട്, അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. യേശു എന്നാടിസ്ഥാനം, ആശയാമരിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ
മധുരമാവൻ നാമമെനിക്കു പാർത്താം. ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദരിദ്രമെന്നെ വാക്കുണ്ടു ശക്തി എന്നെ കൈക്കു പിടിച്ചു തീ കൊണ്ടു പോകുന്നവൻ കൈക്കു പിടിച്ചു തീ കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാടൻ ദേഹം പുതുതാക്കിടാം. വേഗം വരുമെന്നാടൻ ദേഹം പുതുതാക്കിടാം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യയില്ല.
കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും, ആത്മക്ലേശമാതിൻ ഫലം. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേറുബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായും ഉണ്ടാവിടെ, കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായും ഉണ്ടാവിടെ. ഭക്തന്മാരാം സഹോദരർ വീണക്കുമ്പോൾ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മീശമേലന്നപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മീശമേലന്നപ്പമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ശോഭയേറും നടന്നുന്നത് കാണമേ ദൂരെ വിശ്വാസത്താൽ.
നിൽക്കുന്നുണ്ടക്കരെ കാത്തവോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഭേദം രോദനമൊന്നില്ലല്ലോ നിത്യ സൗഭാഗ്യവാത്മാക്കൾക്ക് വേഗം വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാം വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതേനു ബന്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതേനു ബന്ധപ്പെട്ടോടിടുന്നു. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം.
രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസയിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസയിൽ. നമ്മുടെ പ്രിയപ്പെട്ട സുഷമ ആന്റിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ആന്റിയെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നൽകിയ ആയുസ് പൂർത്തീകരിച്ച് തന്റെ യജമാനന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടെ ചേർക്കപ്പെട്ട പ്രിയദാസിയിലൂടെ നമുക്ക് ലഭിച്ച സ്നേഹത്തിനായും കരുതലിനായും വാത്സല്യത്തിനായും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രത്യേക ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 1, 2 ഭാഗം ശുശ്രൂഷ ഇപ്പോൾ നിറവേറ്റും. അതിനുശേഷം കണ്ടോളൻസസും ഒക്കെ പങ്കുവയ്ക്കുവാനുള്ള സമയമാണ്. അതിനുശേഷം 1:15 കഴിയുമ്പോൾ 3-ാം ഭാഗം ശുശ്രൂഷയും പൂർത്തിയാക്കി ഫോറസ്റ്റ് ഹിൽ സെമിട്രിയിലേക്ക് മൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ജോസ് ഡാനിയൽ അച്ഛനും ഫിലഡൽഫിയ റീജിയനിലെ യൂത്ത് ചാപ്ലൈനായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട തോമസ് കെ മാത്യു അച്ഛനും സംബന്ധിക്കുന്നുവല്ലോ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ഇപ്പോൾ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ എന്നുള്ള പാട്ട് പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ എൻ
കാലത്ത് വാൻകാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങോകിൽ സ്വപ്നത്തീരുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നടത്തും പാതയെല്ലാം വേളത്തും ഏണിപോൽ പ്രകാശമാ ദൂതവിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്താലീണയേ ഭേദലാക്കും ഞാൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരേടും ആകാശമാർഗമായി മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരേടും പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ല
ദൈവമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശീഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ആരുടെ കൃപ ചെയ്യുന്ന മശീഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനൊന്നും രക്ഷിച്ചു കൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനായ ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസി സോസാമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മോറൻ മാലോഹാനുൽ മീൻ. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശീഹാ നാഥാ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുമേ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മശീഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തപ്പോൾ പകരം നൽകും മശീഹായേ, കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. നിൻ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായാധിപനാം മശീഹായേ, ഉന്നതരാജൻ സൈന്യവുമായി
ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവയില്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റവനായ ശേഷം തള്ളിക്കളയാതെ സ്വർലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരിയുടെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതിൽ തള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവീകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരത്തിൽ ആശ്രയിച്ചവളുമായവൾ ആഴമുള്ള പാതാളത്തിൽ കൈവെടുപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങളിൽ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രതീക്ഷയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിയുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തിന്റെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലതയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ.
തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങേണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തേണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങളും കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർത്തും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കുകയില്ലെന്ന് അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകൂലസ്ബാനുലവൽമീൻ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവേൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം നീതിയോടെ ഫലം കൊടുക്കുകയും ചെയ്യുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട, ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊത്തപ്പോൾ നേരെയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനസ്സിലാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വം ഞങ്ങളാകുന്നു. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്തിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നഴിഞ്ഞ് പോകുത്തവണ്ണം വിതയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിങ്കിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യവുമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ ഞങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ളവരുടെ എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാര അറകളിൽ നിന്ന് കരേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുത്ഥാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മശിഹാ തമ്പുരാന് പ്രിയദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരേറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടും കൂടെ ചേരുകയും മാലാകമാരോടുകൂടെ ഇവൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സലിവുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളെയും പാപങ്ങളും കരുണയുള്ള പിതാവെന്ന പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കി തീർക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാരങ്ങളെ നീ മെനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചടിയാ. പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടോ. മഹത്വം നാഥനും ബഹുമതിനാഥനോ വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കോ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസിയെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവളെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവളുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി
നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്നതായ മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഹോശോ വബുക്കുലസ് ബോൻ മീൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കാം. മസിഹാരാജൻ പെട്ടെന്നു വേളിപ്പെടുന്നു ഘോഷത്തോടെ. തന്റെ കൂടെ തൻ സൈന്യവും ആഗമിക്കുന്നു സോദരരെ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ. കർത്താവേ, നീയാ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചു വിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്ത വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാം. ചിത്തം അനുതാവേ നീ വരുത്തിയിടണമേ. അതാം തന്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസ എത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്നൊന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നത് കേൾപ്പീൻ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ
ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മെസ്സിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പിൻ. ഹല്ലേലൂയ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിക്കണമേ. നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. നാം അടക്കത്തോടും ഭയത്തോടും വണ്ണത്തോടും ശ്രവിച്ച് നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ശ്രവിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശീഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപയഷ്ടികളെ എടുത്ത് മണവാളനെ എതിരേൽക്കുന്നതിനെ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപയഷ്ടികൾ എടുത്ത് എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപയഷ്ടികളോട് കൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപയഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ ഞങ്ങളുടെ ദീപയഷ്ടികൾ കെട്ടുപോയത് എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവേൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവനുമായ മസീഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്തവനായ ഞങ്ങളുടെ മശീഹാ തമ്പുരാനെ നിന്നോട്
ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായെ സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യു അച്ഛൻ പ്രാർത്ഥിക്കും. ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഉച്ച സമയത്ത് വീണ്ടും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സോസമ്മ ആന്റിയുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കുവാൻ, ഈ ഭൂമിയിൽ വളരുവാൻ, ജീവിക്കുവാൻ, ദൈവിക നന്മകൾ അനുഭവിച്ച ദൈവത്തോട് ചേർന്ന് അനുഗ്രഹമായിട്ടുള്ള സാക്ഷ്യത്തോടെ വളർന്നു വന്ന അനുഗ്രഹമായിട്ടുള്ള കുടുംബ ജീവിതം നയിക്കുവാൻ, അനുഗ്രഹമായി ഈ ദേശത്തും വന്ന് ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ നിന്റെ ദാസിയെ നീ ഒരുക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായുള്ള ജീവിത അനുഭവങ്ങളിലൊക്കെ ദൈവം നിന്റെ മക്കളെ പരിപാലിച്ചു, അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവമേ, നിന്റെ ദാസിയിൽ കൂടെ ഈ കുടുംബത്തിന്, പ്രിയപ്പെട്ടവർക്കൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഞങ്ങളുടെ ദേശത്തിന്, ഇവിടുത്തെ ഇടവയ്ക്ക്, ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക്, ദൈവമേ, സമൂഹത്തിനൊക്കെ നിന്റെ ദാസിയിൽ കൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകിയ ആയുസ് വിശ്വസ്തയോടെ പൂർത്തീകരിച്ചു. ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ സമയത്ത് നിന്റെ സന്നിധിയിലേക്ക് രോഗമില്ലാത്ത, വേദനയില്ലാത്ത, പ്രയാസമില്ലാത്ത ദൈവമേ, നിത്യമായിട്ടുള്ള നിന്റെ സമാധാനത്തിലേക്ക് നിന്റെ മകളെ നീ വിളിച്ചടുപ്പിച്ചുവല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവമേ, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുവാഞ്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവമേ, നിന്റെ ദാസിയോട് ചേർന്ന് അനുഗ്രഹമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള കുടുംബ ജീവിതം നയിക്കുവാനും ഏറിയ നന്മകൾ അനുഭവിക്കുവാൻ ദൈവമേ, നിന്റെ മക്കളെ നീ ഒരുക്കി. നല്ല ഓർമ്മകൾ, നല്ല സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ദൈവമേ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കി. അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് ദൈവമേ, നിന്റെ ദാസിയുടെ രോഗാവസ്ഥയിലൊക്കെ ഏറ്റവും വിശ്വസ്തയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ നിന്റെ ദാസിക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയല്ലോ. അതിനായിട്ട് സ്തോത്രം. പ്രത്യാശയിൽ നിറഞ്ഞ ദൈവമേ, വേദനയിൽ കൂടെ കടന്നുപോയപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും അനുഗ്രഹത്തോടെ നിർവഹിക്കുവാൻ നിന്റെ ദാസനെ ശക്തീകരിച്ചു. അതിനായിട്ട് സ്തോത്രം. ദാനമായിട്ട് നൽകിയ മക്കളെയും ദൈവമേ, കുടുംബമായിട്ട് അവർ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും അവരുടെയൊക്കെ ജീവിതത്തിന്റെ നന്മകൾ കാണുവാൻ നീ കൃപ നൽകിയല്ലോ. അതിനായിട്ട് സ്തോത്രം. മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബെറ്റ്സി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെൻസിയെയും ഡിസ്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെയും ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും തുടർന്നും നിന്റെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ. മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ, നല്ല വാത്സല്യങ്ങൾ, ദൈവമേ, വിശ്വാസ മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ മക്കളെ നീ ഒരുക്കണമേ. മാതാവിന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും അനുഗ്രഹത്തോടെ നിർവഹിക്കുവാൻ പ്രിയപ്പെട്ട മക്കളെയും നീ ഒരുക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ സ്നേഹവും അവരുടെ കരുതലും ഒക്കെ ദൈവമേ, പ്രിയപ്പെട്ട മാതാവ് അനുഭവിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൊക്കെ പങ്കുചേരുവാൻ എല്ലാവരെയും നീ ഒരുക്കി. സഹോദര സ്നേഹത്തിൽ എന്നും നിലനിർത്തി. അതിനായിട്ട് സ്തോത്രം. അവരെയും നീ ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവമേ നീ ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ ദാസിയിൽ കൂടെ ലഭിച്ചിട്ടുള്ള സ്നേഹം, വാത്സല്യം എല്ലാവരുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകളായി നിലനിൽക്കുന്നുവല്ലോ. അതിനായിട്ട് സ്തോത്രം.
തുടർന്നും പ്രത്യാശയോടെ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ശക്തീകരിക്കണമേ. ഒരുക്കത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ 1-2 ഭാഗം ശുശ്രൂഷകളുടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയും കണ്ടോളൻസസ് അറിയിക്കാനുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യു അച്ഛൻ ആദ്യം കണ്ടോളൻസസ് അറിയിക്കും. അതിനെ തുടർന്ന് ബാക്കിയുള്ളവർ കണ്ടോളൻസസ് അറിയിക്കും. Praise be to God for this blessed day that the Lord has given us. As we celebrate the life of dear Sosamma auntie, let us praise God for the blessing that she was to the family, to the loved ones, to the parish and this community. And I remember auntie, it's only for the last 1 year that I have been associated with the family, and I have only met her maybe twice or thrice. In all those occasions, the hope that she had, even though the pain that she was going through, she was a person who lived with hope and was enriched in that love of God. I'm sure that every moment of her life, it was because of that relationship with God that she was able to live that way. Dear Kunjuman uncle, the children, the love and the care that they could give to auntie was a blessing. Every time I get to meet uncle, the hope with which he talked to me was really amazing. Even though the family was going through a time of pain with auntie having all these problems, it was very encouraging to see how they were rooted in faith and in hope. During the service, we just read the gospel, in which the gospel portion talks about 10 virgins who comes to meet the bridegroom. 5 were prepared, 5 were not prepared. And the portion through which Jesus wants to tell us is that the life that we need to live in preparation. It's in preparation that we will be able to meet the bridegroom in all his glory. Unless and until we are prepared, we will never be able to do that. The 5 virgins who were able to do that, they were able to be with the bridegroom in the bridal chamber. I'm sure auntie lived a life that was in preparation. And the reason for that preparation was because she knew who the bridegroom was. She was very confident of whom Jesus Christ was. The relationship, the faith that she had in Christ enabled her to be prepared to meet the bridegroom. As we grieve over the death of auntie, let us thank God, let us praise God that she lived a life which was in preparation, and that she is in eternity with Christ. And let us also continue to live in that preparation. I would exhort the children to be in that faith that they will surely meet dear auntie in eternity. And that should be only possible only by living in preparation. May God continue to strengthen you. The good memories, the faith values that you have imbibed from her, let it continue to grow in your life and be a blessing to you and the generations to come. May God bless you all and strengthen you. On behalf of the Youth Fellowship of the Philadelphia region, and also on behalf of my family, I convey my deepest condolences to Gunjwan, Betsy, Bensi and Liz. May God continue to strengthen you all. Thank you. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ, തോമസ് കെ മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട കുഞ്ഞോൻചായൻ, ബെൻസി, ലിസ്, ബെറ്റ്സി, ചേർന്ന് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ഒരു ശുശ്രൂഷ കാണുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ
വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ് ഇത്. നാം സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഷമ ആൻറ്റി ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി തൻ്റെ യജമാനന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോകപ്രകാരം നമുക്ക് ദുഃഖവും, എന്നാൽ ആത്മീയമായ അനുഭവങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ അത് സ്വർഗത്തിന്റെ ലാഭവുമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സുഷമാന്റിയുമായി കഴിഞ്ഞ 3 വർഷത്തെ സ്നേഹവും ആഴമേറിയ അടുപ്പവും ലഭിപ്പാൻ തക്കവണ്ണം ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ എനിക്ക് സാധ്യമായി തീർന്നിട്ടുണ്ട്. ഫിലഡൽഫിയ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട കുഞ്ഞോൻഷാന്റെയും സുഷമാന്റിയുടെയും കുടുംബം. ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കുകയില്ല. ദേവാലയത്തിൽ വന്നാൽ ഏറ്റവും മുൻപിൽ വന്നിരുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ട അങ്കിളും ആന്റിയും. 1949 ജനിച്ച് 2020 മെയ് മാസം 17-ാം തീയതി ഞായറാഴ്ച ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം നൽകിയ 70 സംവത്സരം പൂർത്തിയാക്കി തന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രിയപ്പെട്ട ദാസി പ്രവേശിച്ചിരിക്കുകയാണ്. 1976-ലാണ് പ്രിയപ്പെട്ട ആന്റി ഈ അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് ഭോപ്പാലിലൊക്കെയും ജോലി ചെയ്ത ശേഷമാണ് അമേരിക്കയിൽ വന്നത്. ഇവിടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നേഴ്സായി വിവിധ ഹോസ്പിറ്റലുകളിൽ, പ്രധാനമായും ടെമ്പിൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കി. നമുക്കറിയാം 1970-കളിലൊക്കെ ഇവിടെ കടന്നു വരുന്ന ഇമിഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രഗിൾസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ നടുവിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോഴും ഒരിക്കൽ പോലും തങ്ങളുടെ സ്വന്തം സുഖത്തിലും സന്തോഷത്തിലും മാത്രം ഒതുങ്ങി നിൽക്കാൻ ഈ കുടുംബം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തങ്ങളുടെ പരിചയത്തിലുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ ആ നാളുകളിൽ ഈ ദേശത്തേക്ക് കടന്നു വരുന്നവരെയൊക്കെ സഹായിക്കുവാനും കരുതുവാനും തക്കവണ്ണം തങ്ങളാൽ ആവുന്ന വിധത്തിലൊക്കെ പരിശ്രമിച്ചതായ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട ആന്റി റിട്ടയർഡായ ശേഷമാണ് പെട്ടെന്ന് ക്യാൻസറിന്റെ പ്രയാസത്തിലേക്കൊക്കെയും പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 9 സംവത്സരങ്ങൾ ട്രീറ്റ്മെന്റിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ ഈ നാളുകളിലൊക്കെ ഒരിക്കൽ പോലും നിരാശപ്പെട്ടതായി നമുക്ക് അറിവില്ല. കഴിഞ്ഞ 3 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ ഒരിക്കൽ പോലും സങ്കടപ്പെടുന്ന, പരാതിപ്പെടുന്ന ഒരു സുഷമാന്റിയെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും വയ്യ എന്ന് പറയുന്ന ഒരു ആന്റിയെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ആന്റിയെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചില്ലെങ്കിലും കഴിച്ചു എന്നേ പറയുകയുള്ളൂ. ഞാൻ അവിടെ കാണാൻ ചെന്നാൽ മുറിയിലേക്ക് കയറി ചെല്ലാം, താഴോട്ട് ഇറങ്ങി വരണ്ട എന്ന് പറഞ്ഞാൽ സാരമില്ലാച്ച ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം എന്ന് പറയുന്ന ആന്റിയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. അവസാന സമയങ്ങളിൽ പോലും കാണുവാൻ ചെന്നപ്പോൾ ബെഡ്റൂമിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ ആന്റി പറഞ്ഞു, അച്ഛൻ താഴെ ഇരുന്നാൽ മതി, ഞാൻ താഴോട്ട് ഇറങ്ങി വരാമല്ലോ. ഞാൻ പറഞ്ഞു, സാരമില്ല ആന്റി, വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ റൂമിലേക്ക് വന്നത്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇറങ്ങി പോരാൻ നേരം താഴെ ഹോളിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ പുറകെ പ്രിയപ്പെട്ട ആന്റി കൈപിടിച്ച് കുഞ്ഞോൻചാന്റെ കൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. ഒരിക്കലും തൻ്റെ ബുദ്ധിമുട്ടുകളുടെ മേൽ, തങ്ങളുടെ ശാരീരികമായ ക്ഷീണങ്ങളുടെ മേൽ അലസപ്പെട്ട് നിരാശപ്പെട്ട് വേദനിച്ച് ഇരിക്കുന്ന ആന്റിയെ ഒരിക്കൽ പോലും കാണുവാൻ ഇടയായി തീർന്നിട്ടില്ല. ഒരു പ്രാർത്ഥനാ അനുഭവം പ്രിയപ്പെട്ട ആന്റിയുടെ ഒരു വലിയ പ്രത്യേകതയായി നാളുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ഇന്നും വളരെ ശക്തമായി തുടരുന്ന ഒരു പ്രെയർ ലൈനിന്റെ തുടക്കം പ്രിയപ്പെട്ട ആന്റിയും കൂടെ ചേർന്നുള്ള ചില സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ്. അവരുടെയൊക്കെ
അനുഭവങ്ങളും വാക്കുകളും ഒക്കെ ഈ ദിവസങ്ങളിൽ പലപ്പോഴായി കേൾക്കുവാൻ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനാനുഭവം തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും വെച്ച് പുലർത്തി എന്നുള്ളത് സ്നേഹപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളായിരുന്നു. ആന്റിയെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമ്മുടെ മുൻവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സണ്ണി ജോറച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതായ സമയം അച്ഛനും പ്രിയപ്പെട്ട സോസാമ്മ ആന്റിയും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്, ഒരേ അധ്യാപകരുടെ കീഴിൽ അഭ്യസിച്ചവരാണ്. എന്നാൽ അച്ഛൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് നല്ല സാഹിത്യ ഭാഷയിലുള്ള മലയാളമൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട ആന്റി അച്ഛനോട് ചോദിക്കും, അച്ഛാ, നമ്മളെ രണ്ടുപേരെയും മലയാളം പഠിപ്പിച്ചത് ഒരേ അധ്യാപകരാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് അച്ഛൻ പറയുന്ന മലയാളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഒത്തിരി നർമ്മത്തിലൂടെ നമ്മോട് ഇടപെട്ട പ്രിയപ്പെട്ട ആന്റിയുടെ ഓർമ്മകളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു പക്ഷേ ഇത് ഒരു പബ്ലിക് വ്യൂയിങ് ആയി ക്രമീകരിച്ചിരുന്നെങ്കിൽ ആന്റിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുവാൻ കഴിയുന്ന അനേകം ആളുകൾ ഇപ്പോൾ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒത്തിരി കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ മറന്നുപോകാതെ ഓർത്തെടുക്കുന്ന പ്രിയ സോസാമ്മയെ എനിക്ക് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹൗസ് വിസിറ്റിങ്ങിനൊക്കെയും ചെല്ലുമ്പോഴും പറയുന്നതൊക്കെ പഴയ കാര്യങ്ങളാണ്. ആദ്യ കാലങ്ങളിലൊക്കെ വന്ന നാളുകളിലെ അനുഭവങ്ങൾ, ഓർമ്മകൾ, ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നടത്തിയ വിധങ്ങൾ, ട്രീറ്റ്മെന്റിന്റെ ഒക്കെ അനുഭവങ്ങളിൽ അനുഭവിച്ച ദൈവ കൃപ, അതൊക്കെ എപ്പോഴും വാതോരാതെ സാക്ഷിക്കുന്നതിൽ എപ്പോഴും സോസാമ്മ ശുഷ്കാന്തിയോടെ ഇടപെടുന്നത്, സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മെയ് മാസം 1-ാം തീയതി 45ാമത് വെഡിങ് ആനിവേഴ്സറി ആയി കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 45 സംവത്സരങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞാൻചാനോട് ചേർന്ന് അനുഭവിച്ച ശേഷമാണ് ഇന്ന് പ്രിയപ്പെട്ട ആന്റി ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നത്. മെയ് 2-ാം തീയതി ഭവനത്തിൽ വെച്ച് കുഞ്ഞാൻചായനും സോസാമ്മയും ബെർസിയും ഞാനും കൂടെ ചേർന്ന് ഞങ്ങളൊരു വിശുദ്ധ കുർബാന ശുശ്രൂഷ ക്രമീകരിച്ചു. ആ ശുശ്രൂഷയിൽ തുടക്കം മുതൽ അവസാനം വരെ യാതൊരു ക്ഷീണവും കൂടാതെ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ആന്റിക്ക് സാധിച്ചു. ഞാൻ ആന്റിയോട് സർവീസിന് ഇടയ്ക്ക് പറഞ്ഞു, ആന്റി ക്ഷീണം ഉണ്ടെങ്കിൽ ആന്റി കിടന്നോണം, യാതൊരു മടിയും വിചാരിക്കണ്ട. ആന്റി പറഞ്ഞു, എനിക്ക് കിടക്കണ്ട, ഞാൻ ഇരുന്നോളാം. ആ ശുശ്രൂഷയിൽ മുഴുവൻ ഇരുന്നു കൊണ്ടാണ് ആന്റി അതിൽ സംബന്ധിച്ചത്. വിശുദ്ധ കുംഭസാരത്തിന്റെ പ്രാർത്ഥനകളൊക്കെ വളരെ ബോധ്യത്തോടെ ഏറ്റുചൊല്ലി, പ്രാർത്ഥനകളും പ്രതിവാക്യങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളോടുകൂടി ആ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. മാർച്ച് മാസം 15-ാം തീയതി നമ്മുടെ ദേവാലയത്തിലെ ശുശ്രൂഷകൾ മുടങ്ങിയ ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരേ വ്യക്തി പ്രിയപ്പെട്ട സോസാമ്മ മാത്രമാണ്. ഫിലഡൽഫിയ മാർത്തമായ ഇടവകയിൽ വളരെ ധന്യമായ അനുഭവങ്ങളിൽ കൂടിയ ഈ നാളുകളിലൊക്കെ പ്രിയപ്പെട്ട ആന്റി കടന്നു പോയത് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മെയ് മാസം 17-ാം തീയതി ഞായറാഴ്ചയും രാവിലെ പ്രിയപ്പെട്ട കുഞ്ഞാൻചാനോട് ചേർന്നിരുന്ന് നാട്ടിൽ നിന്നും പുലാത്തീനിൽ നിന്നും ടെലികാസ്റ്റ് ചെയ്ത സർവീസിന്റെ ഭാഗങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ചെയ്ത ലൈവ് സ്ട്രീമിന്റെ ശുശ്രൂഷകൾ കണ്ടു. അതിലൊക്കെയും പങ്കുചേർന്ന് ദൈവികമായ ബോധ്യങ്ങളെ പൂർണ്ണമായി ഉറപ്പിച്ച് പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടിയാണ് അന്ന് ഉച്ച കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയത്. പ്രിയപ്പെട്ട കുഞ്ഞാൻചായനും ബെർസിയും ബെൻസിയും ലിസും സഹോദരങ്ങളും എത്ര ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ആന്റിയെ ശുശ്രൂഷിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പരിമിതികളുടെ ഒക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും അർത്ഥവത്തായ അനുഭവങ്ങളോടുകൂടെ, സ്നേഹാനുഭവങ്ങളോടുകൂടെ പ്രിയപ്പെട്ട ആന്റിയെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർ ശ്രമിച്ചു. തീർച്ചയായും ലോകപ്രകാരം ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും ശുശ്രൂഷകളും ഒക്കെ നൽകിയാണ് പ്രിയപ്പെട്ട ആന്റിയെ ലോകത്തിൽ നിന്ന് നാം യാത്രയയക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ സംതൃപ്തിയോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തീർച്ചയായും ദൈവം തമ്പുരാന്റെ വലിയ കൃപ ഈ നാളുകളിലൊക്കെ ഈ കുടുംബത്തോടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വലിയ കരുണയും സമാധാനവും
തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം ശക്തമായി ഇടപെട്ട ഒരു കുടുംബമാണ്. ഇടവക മിഷൻ, സെവിക സംഘം, സഹായി, അതുപോലെ പ്രാർത്ഥന കൂട്ടങ്ങൾ, എല്ലാറ്റിലും സജീവമായി ഇടപെട്ട ഈ കുടുംബത്തിന്റെ സാന്നിധ്യം, പ്രിയപ്പെട്ട സോസമാൻഡിയുടെ വേർപാട് തീർച്ചയായും ഇടവകയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ 3 വർഷം എല്ലാ പ്രാർത്ഥന കൂട്ടങ്ങളിലും എല്ലാ ആരാധനയിലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു പേരാണ് പ്രിയപ്പെട്ട സോസമാൻഡിയുടെ പേര്. ആ പ്രിയപ്പെട്ട ദാസി ലോകപ്രകാരം ഇല്ല എന്നുള്ളത് തീർച്ചയായും സങ്കടമാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ടല്ലോ. ഈ മരണം അവസാനമല്ല, ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് എന്നുള്ള ഒരു വലിയ ആത്മീയ ബോധ്യം. നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദാസിയെ അന്ത്യത്തോളം ദൈവം സഹായിച്ചു. ദൈവികമായ ആശ്വാസവും ബലവും പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മേൽ ദൈവം പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫിലഡൽഫിയ മാർത്തോമാ ഇടവകയുടെയും എല്ലാ സംഘടനകളുടെയും എല്ലാ ഇടവക അംഗങ്ങളുടെയും, പ്രത്യേകിച്ച് പൈൻ വാലി പ്രയർ ഗ്രൂപ്പിന്റെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയും സമാധാനവും പ്രിയപ്പെട്ടവരുടെ മേൽ ധാരാളമായി വ്യാപരിക്കട്ടെ. എന്നോട് കണ്ടോളൻസസ് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ചിലരുടെ പേരുകൾ കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എലന്തൂർ പുളിമൂട്ടിൽ കുടുംബാംഗങ്ങൾ അനുശോചനം അറിയിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അച്ഛൻ ഇപ്പോൾ താനെ സെന്റ് ജോൺസ് മാർത്തോമാ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ അനുശോചനം ഈ കുടുംബത്തെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കും. ന്യൂയോർക്കിലുള്ള ലിസിന്റെ പേരൻസും ബ്രദറും മിസ്റ്റർ സാൻകുട്ടി, കുഞ്ഞുമോൾ സിബി, അവർക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. ആ പ്രിയപ്പെട്ടവരുടെ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് കുടുംബത്തെ അറിയിക്കുകയാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളായ പ്രിയപ്പെട്ട റീനയും ലിബുവും എന്ന അംഗങ്ങളായിരിക്കുന്നത് CSI ക്രൈസ്റ്റ് ചർച്ചിൽ ആണല്ലോ, ഡേവിസ്വില്ലിലുള്ള ക്രൈസ്റ്റ് ചർച്ചിലാണ് സംബന്ധിക്കുന്നത്. അവിടെയുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ റെനി ഫിലിപ്പ് അച്ഛന്റെ കണ്ടോളൻസസും ഈ സമയത്ത് ഈ കുടുംബത്തെ അറിയിക്കും. നമ്മുടെ മുൻ വികാരിയായിരുന്ന MB യോഹനാൻ അച്ഛൻ അനുശോചനം അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അച്ഛന്റെയും കൊച്ചമ്മയുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ മുൻ യൂത്ത് ചാപ്ലൈൻ ആയിരുന്ന മാത്യൂസ് കറിയ അച്ഛന്റെ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞുവാൻചായന്റെ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ABM തോമസ് അച്ഛന്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഫിലഡൽഫിയ റീജിയയിലുള്ള എല്ലാ അച്ഛന്മാരുടെയും അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തന്റെ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഏവരെയും ഏറെ ഭാരപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മോശ ദീർഘദർശി കർത്താവിനോട്, കർത്താവേ, നിന്റെ മഹത്വം അടിയനെ കാണിക്കണമേ എന്ന് ആവശ്യപ്പെട്ടു. കർത്താവ് പറഞ്ഞത്, നിനക്ക് എൻ്റെ മുഖം കണ്ടിട്ട് ജീവനോടിരിപ്പാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു പാർപ്പത്തിലാക്കി മറയ്ക്കും. ഞാൻ കടന്നു പോകുമ്പോൾ നീ എൻ്റെ മുഖമല്ല എൻ്റെ പിൻഭാഗം മാത്രം കാണും എന്ന് പറഞ്ഞ് അങ്ങനെ മോശ ദീർഘദർശി കർത്താവിൻ്റെ പിൻഭാഗം മാത്രം കണ്ടു. എന്നാൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മറ്റൊരു സംഭവമുണ്ട്. പിസ്ഗാ മലമുകളിലേക്ക് കർത്താവ് മോശ ദീർഘദർശിയെ കൊണ്ടുപോയി. അവിടെ വെച്ച് മോശ ദീർഘദർശി കർത്താവിനെ മുഖാമുഖമായി കണ്ടു. പക്ഷെ പിന്നീട് ആർക്കും കർത്താവിന് മോശ ദീർഘദർശിയെ കാണാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശവസംസ്കാരം അല്ലെങ്കിൽ ഖബറടക്കം നടത്തിയ ഖബർ അല്ലെങ്കിൽ മൃതശരീരം പിന്നീട് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ ഒരു സംഭവമുണ്ട്. മിഖായേൽ മാലാഖ
മോശയുടെ ശരീരവുമായി വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന സാത്താന്റെ സൈന്യങ്ങൾ അവനെ ദോഷാരോപണം ചെയ്യുവാനായി വന്നു. സാത്താനെ ദൈവമായ കർത്താവ് നിന്നെ ഭത്സിക്കുന്നു എന്ന് കൽപ്പിച്ച് മീഖായേൽ മാലാഖ മോശ ദീർഘദർശിയുടെ ശരീരവുമായി സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ലേഖനം പറയുന്നത്. ഞാൻ പറഞ്ഞത്, മരണമെന്നാൽ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന അവസരമാണ്. അമ്മാമയെ സംബന്ധിച്ചിടത്തോളം അമ്മാമ ഒരു ആയുസിൻ്റെ മുഴുവൻ കാലങ്ങളിൽ പ്രത്യാശ വെച്ചിരുന്ന ഒരു സംഗതിയുണ്ട്, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. അതെനിക്ക് ലഭിക്കണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. ആ പ്രത്യാശയുടെ മുഖാന്തരം കർത്താവിനെ മുഖാമുഖമായി കാണുക എന്നതാണ്, മാലാഖമാരോടൊപ്പം ചേർന്ന് സന്തോഷിക്കുക എന്നതാണ്. ആ വലിയ ഭാഗ്യം അമ്മാമയ്ക്ക് ലഭിച്ചു എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മെ തിരുവചനം പഠിപ്പിക്കുന്നത്. മരണമെന്നാൽ പിതാവാം ദൈവത്തെ മുഖാമുഖമായി കാണുക, കർത്താവിനെ മുഖാമുഖമായി കാണുക, സ്വർഗത്തിലെ മഹത്വം മുഖാമുഖമായിട്ട് അനുഭവിക്കുക. ആ ഭാഗ്യമാണ് അമ്മാമ ഇപ്പോഴും അനുഭവിക്കുന്നത്. നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് അമ്മാമ കടന്നു പോകുന്നത്. ഞാൻ അമ്മാമയുടെ മരണത്തെക്കുറിച്ച് ഒരു തീരുമാനം ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, വിശുദ്ധന്മാർക്ക് ചേരുന്ന ഒരു അന്ത്യം അമ്മാമയ്ക്ക് ലഭിക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ദൈവം അത് മുഖാമുഖമായി കാണിച്ചു. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ മരണസമയത്തെ മുഴുവൻ പ്രാർത്ഥനകളും ചൊല്ലി 20 മിനിറ്റിന് ശേഷം അമ്മാമയ്ക്ക് യാത്രയ്ക്കുള്ള സമയമായി. 3:40 ഞായറാഴ്ച 3:40 മാലാഖമാരുടെ സ്തുതിപ്പും വിശ്വാസ പ്രമാണവും ചൊല്ലി അവസാനിപ്പിക്കുന്ന 2 മിനിറ്റ് സമയം കൊണ്ട് അമ്മാമ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും പ്രത്യാശയുള്ളതും അമ്മാമ എന്താഗ്രഹിച്ചു അതിന് പ്രതക്കവണ്ണമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വിയോഗം, കടന്നുപോക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അമ്മാമയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മാമയെ നമ്മൾ ശരീരപ്രകാരം ഇനിയും കാണുകയില്ല, പക്ഷേ സാന്നിധ്യം കൊണ്ട് അമ്മാമ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പ്രത്യാശയോടെ സന്തോഷിക്കുന്നത് നമുക്ക് കാണാം, അറിയാം. അതാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ വാഗ്ദാനത്തിൽ കർത്താവ് അമ്മാമയെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാനൊരു സംഗതി പറയാം. അമ്മയെ സംബന്ധിച്ചിടത്തോളം മർത്തമ്മ സഭയ്ക്ക് അല്ലെങ്കിൽ മർത്തമ്മ വെല്ലുവിളിക്ക് ഏറെ അഭിമാനിക്കാം. ഇതൊക്കെ 10-45 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു എന്നല്ല, ഇവരിവിടെ ഒരു ലെഗസി നിർത്തിയിട്ടുണ്ട്. എങ്ങനെ സഭയെ സ്നേഹിക്കണം, പട്ടക്കാരെ എങ്ങനെ സ്നേഹിക്കണം, സഭയുടെ വിശ്വാസ സത്യങ്ങളോട് എങ്ങനെ കൂറ് പുലർത്തണം എന്ന് ഇവരിവിടെയുള്ള ഒരു തലമുറയെ പഠിപ്പിച്ചവരായി വരും. ഇവർ നിർത്തിയ പാരമ്പര്യം ആർക്കും ലംഘിക്കാൻ കഴിഞ്ഞില്ല. ഇവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സഭയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു, സഭയുടെ പ്രമാണങ്ങളെ പഠിപ്പിച്ചു. ഒരു വലിയ തലമുറയെ ഇവർ നിലനിർത്തിയിരിക്കുക. ഇവരുടെ അഭിമാനം ഇവരുടെ പട്ടക്കാരാണ്. അത് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഇവരുടെ വരുമാനത്തിൻ്റെ ദശാംശം അവർ കൊടുക്കും, പക്ഷേ ഇവരുടെ 25% വാക്ക് ഉപയോഗിക്കുന്ന അവരുടെ അച്ഛന്മാരെ കുറിച്ച് അഭിമാനിച്ച, സഭയെക്കുറിച്ച് അഭിമാനിച്ച, സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിച്ച അവർ സംസാരിക്കുന്നു. ഇവിടെ ഈ സഭയെ നിലനിർത്തി സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഉറപ്പിച്ചു, സഭയുടെ വിശ്വാസത്യങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഉറപ്പിച്ചു. അല്ലാതെ അവരിവിടെ വെറുതെ ജീവിച്ചു പോവുകയല്ല ചെയ്തത്. കർത്താവിൻ്റെ നല്ല സാക്ഷികളാണ് ഓരോരുത്തരെയും നമുക്ക് കുറിച്ച് സഭയ്ക്ക് അഭിമാനിക്കാനുണ്ട്, പട്ടക്കാർക്ക് അഭിമാനിക്കാനുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഇവർ ചെയ്ത ശുശ്രൂഷ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കർത്താവ് നിത്യരാജ്യത്തിൽ ഇവരുടെ പേരിൽ കണക്കെഴുതും. അവയൊക്കെ പ്രതിഫലമായിട്ട് നൽകും, സഭയ്ക്ക് നൽകും, ഇടവകയ്ക്ക് നൽകും, ഇനിയും വരുന്നൊരു വലിയ തലമുറയ്ക്ക് നൽകും. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരോടും പറയാനുള്ളതാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യത, ഈ സഭയെ സ്നേഹിക്കുക, കർത്താവിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക, കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ടിരിക്കുക, ഒരിക്കലും നിരാശപ്പെടാതെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ജീവിച്ച് കാണിക്കുക എന്ന ദൗത്യം അവരെ പൂർത്തിയാക്കിയിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ രാജ്യത്ത് വന്ന് കടന്നു വന്ന് വേല ചെയ്ത് ജീവിക്കുവാൻ അവർക്ക് ലഭിച്ച നന്മകളെല്ലാം മറ്റുള്ളവരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ, ലോഭമില്ലാതെ കൊടുക്കാൻ ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളുണ്ട് അച്ഛാ. ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് ഇവിടെ വന്ന എല്ലാവരെയും ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഒരു സുവിശേഷ യോഗം മുടക്കിയില്ല, ഒരു സംസ്കാരം, ഒരു വ്യൂയിങ് ഒന്നും മുടക്കിയില്ല. അതൊക്കെ ജോലിയിൽ നിന്ന് അവധിയെടുക്കാതെയൊക്കെ ഇവർ ആ കാര്യം ചെയ്തു. അപ്പോൾ അവയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്കെടുത്തു. ഇവർ സ്നേഹിച്ച കർത്താവിൻ്റെ പേരിൽ ഇവർ ചെയ്ത എല്ലാ ശുശ്രൂഷകളും കണക്കെടുത്തു. വകയാൽ നിങ്ങളുടെ ആരുടെയും ജീവിതം വൃഥാവായി പോയിട്ടില്ല. ഇവിടെ ഈ ഫിലഡൽഫിയയിൽ ആദ്യം വന്ന ഒരു ഫാമിലിയുടെയും ജീവിതം വൃഥാവായി പോയില്ല. പ്രത്യേകിച്ച് മാമയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാമയുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട സംഗതി കുഞ്ഞുവൻസാനും മക്കളുമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരുമായിരുന്നു. കുഞ്ഞുവൻസാൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് മാമ ജീവിച്ചു എന്നുള്ളതാണ്. മക്കളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അതിന് വളരെ ഒരു ഒറോഷ്യസ് ഒരു റീഡറാണ്. നല്ലപോലെ വായിക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്കൊരു അഭിപ്രായമുണ്ട്. അതൊന്നും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള, നല്ലതുപോലെ ചിന്തിക്കുന്ന, പഠിക്കുന്ന. നമ്മെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. നമുക്ക് റിട്ടയർ ചെയ്ത ഒരു കാലത്ത് സഭയ്ക്ക്, സമൂഹത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കടപ്പെട്ടിരിക്കും. ഒരു മാതൃസ്നേഹത്തിൻ്റെ ആൾരൂപമായിരുന്നു മാമ. ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാ കരുതലും താങ്ങലും തണലും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും നൽകിയിട്ടാണ് മാമ കടന്നു വരുന്നത്. ജോൻസാനോട്, മക്കളോട്, മറ്റുള്ളവരോടെല്ലാവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ശുശ്രൂഷിച്ചു സന്തോഷമായിട്ട് മാമയ്ക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹാരാജ്യത്തിൽ എല്ലാവർക്കും നമുക്കൊന്നിച്ച് വീണ്ടും കാണുവാൻ, മാമയെ കാണുവാൻ സന്തോഷിക്കുക ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടുള്ള അനുശോചനം പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി അറിയിക്കുന്നു. മാമയ്ക്ക് വേണ്ടി നിത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് തന്നതിൽ പ്രത്യേകിച്ച് വികാരിച്ചനോടും തോമസ് മാത്യാസിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, തോമസ് വർഗീസ് കുഞ്ഞുമോനങ്കിളിൻ്റെ സഹധർമ്മിണി സോസാമ്മ വർഗീസിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ട ആന്റിയുടെ ധന്യവും അനുഗ്രഹീതവുമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കട്ടെ. പല പ്രാവശ്യങ്ങളിലായിട്ട് പ്രിയപ്പെട്ട ആന്റിയെ കാണുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അങ്കിളിൽ കൂടി ആന്റിയുടെ രോഗാവസ്ഥകൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ദീർഘവർഷകാലം ശാരീരികമായ ക്ഷീണത്തിന്റെയും രോഗത്തിന്റെയും അനുഭവങ്ങളിൽ കൂടി പ്രിയപ്പെട്ട ആന്റി കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അങ്കിൾ വളരെ ക്ഷമയോടെ, സ്നേഹത്തോടെ ആന്റിയെ ശുശ്രൂഷിച്ചു എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർക്കുന്നു. അങ്കിളിനു വേണ്ടി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും വേർപാട് വളരെയധികം വേദനയാണ്. അത് സർവശക്തനായ ദൈവത്തിന് മാത്രം ആശ്വാസം നൽകുവാൻ കഴിയുന്നതായ ഒരു അനുഭവവുമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരുന്നതായ സമാധാനമല്ല, സർവശക്തനായ ദൈവം നൽകുന്നതായ നിത്യമായ സമാധാനം പ്രിയപ്പെട്ട അങ്കിളിനെയും മക്കളെയും വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ആന്റിയെ ഫിലദൽഫിയ മാർത്തോമാ ഇടവകയ്ക്കും ഈ ദേശത്തിനും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നൽകിയ സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും കൂടെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയും എന്റെ വ്യക്തിപരമായ അനുശോചനം അറിയിക്കുകയും ഫിലദൽഫിയയിലുള്ള ക്രൈസ്തവ ഇടവകകളുടെ സംയുക്ത കൂട്ടായ്മയായ എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ചർച്ചസ് ഇൻ പെൻസിൽവാനിയയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമാധാനിപ്പിക്കട്ടെ. എല്ലാവരോടും കൂടെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയും എന്റെ വ്യക്തിപരമായ അനുശോചനം അറിയിക്കുകയും ഫിലദൽഫിയയിലുള്ള ക്രൈസ്തവ
ഇടവകളുടെ സംയുക്ത കൂട്ടായ്മയായ Loving family. Auntie's known me since birth. This family is an extension of our family. So trying to condense my words in just to a few minutes is really impossible at this time. On behalf of myself, Bindu, Kayla, Lucas, we share in the loss of the second mother and grandmother. On behalf of Jay, Marissa, Anita, Amelia, Roxy, they are also feeling the same loss. On behalf of my dad, who considers Kunyamanangal a second brother more than anything else, and Terry Auntie, they are heartbroken that they cannot be here today to physically support you all during this time. But their love and prayers are always with you and will continue to be with you. I also extend my heartfelt condolences on behalf of Dad's sisters, Gracie, Panama, and their family, Mom's brother, Joyangal, as well as Bindu's parents' family and Terry Auntie's family. All of our relatives, loved ones that knew Sosamma so well. I stumbled upon a recent verse recently from a sermon from James 4, where part of it says, "You do not know what tomorrow will bring." Just look at the pictures in front of you. A young lady, a distinguished woman, to where we're at today. You see the journey that Auntie went through. A vibrant life with her family, to the diagnosis, to the ups and downs that cancer brought. Even to this point, none of us knew that we'd be gathered here today to pay a tribute in this fashion with such a small audience. You truly do not know what tomorrow will bring, but you put it all in God's hands, and that's what exactly Auntie did all her life. That's why she was blessed with a devoted husband, loving children, and all the great memories that she had with her family and loved ones. This is why even in sickness, she was stronger than anyone in this room. As Sachin put it before, no matter what stage she was in, she was always there to meet you when you came over. No matter how frail, no matter how much strength she had in her, she always wanted to engage with you. And know that she was there by your side. We will miss her smile, her caring nature, and also the way that she gave you a piece of her mind when you needed it. That's just who she was. That's what made her so special to all of us. Whether you knew her for 30 seconds or 30 years, she made you feel like family and made you feel loved. Even though she may not be here physically, always continue to carry a piece of her in your daily life. Betsy, whether it's caring for your students, making them smile, or encouraging them. Benzie, whether it's caring for your patients, or Uncle, through the way that you always open your heart and helping others. Always know that that's partly because of Auntie's impact in all of your lives. Also know that we are here for you, as families should be, and continue to keep you and Auntie's memory in our thoughts and in our prayers. Rest peacefully, Auntie. Give Mom a big hug for us, and one day we'll be together again, just like you used to be. Thank you. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോൺ പി വർഗീസ്, ന്യൂയോർക്കിൽ നിന്നാണ്. കുഞ്ഞുമനച്ചാൻ്റെ ഒരു കസിനാണ്. പ്രിയപ്പെട്ട ചേട്ടത്തിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുഞ്ഞുമനച്ചായൻ, ബെൻസി, ബെറ്റ്സി, ലിസ്, തങ്കോച്ചമ്മ, ലീലാമാമ, കുഞ്ഞുഞ്ഞമ്മ, അമ്മാമ്മയുടെ സഹോദരിമാരെ, കുടുംബാംഗങ്ങളെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. കരയുന്നതും ദുഃഖിക്കുന്നതും ന്യായവുമാകുന്നു. എന്നാൽ പൗലോസ്ലീഹ
തെസ്സലോനിക്ക എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ഇതാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലല്ല, പ്രത്യാശയുള്ള മനുഷ്യരെ പോലെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി അമ്മമ്മയെ നമുക്ക് യാത്രയയക്കാം. രോഗവും ദുഃഖവും വേദനയുള്ളപ്പോഴും സ്നേഹത്തോടും കരുതലോടും പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ഈ ലോകത്തിലെ ഓട്ടം തികച്ച് താൻ പ്രിയം വെച്ചവൻ്റെ അടുക്കലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയ അമ്മാമ്മയുടെ നല്ല മാതൃകളെ നമുക്ക് പിന്തുടരാം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും അതിനിടവരുത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വദേശത്തും വിദേശത്തും ഉള്ള പ്ലാമൂട്ടിൽ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരിലുള്ള ഹൃദയംഗമായ അനുശോചനം ഈ സമയത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Growing up, my mom was my best friend. I wanted to be just like her. She had gorgeous long black hair and big, elegant eyes. But she was also a tough and strong woman. She would speak up if something is not right and fought for those without a voice. She was brave and courageous, and I always wanted her strength. My mom's life started as many aunties here in America. She left her home at a young age and went to further her education. She completed her nursing degree in Bhopal and started to work as a nurse. She worked hard and never gave up. The only motivator she had in her mind to complete her nursing degree was her family. She wanted to provide for her parents and siblings. She never did anything to bring happiness to herself but to others. She got married and soon had the opportunity to come to the United States. Soon my dad followed, and they both settled in Philadelphia. I must imagine how these young women left everything they knew and are comfortable with to start a new life in a country where they barely knew the language. My mom would always say, not many people know the hardship we as Malayali aunties that came here before everyone had to endure. She was a strong, independent woman. My mom worked hard as a nurse. She loved her profession, and she was a good nurse. Her knowledge of the medical field was beyond our minds. She would at times during her appointments even correct the doctor if he or she says something incorrect. She was that bold. At the beginning of her chemo treatments, my mom was admitted for low counts on her blood tests. She needed fluids immediately. My mom and I were alone in the room when a young nurse came in to start the IV. I watched as the nurse was having a difficult time finding a line on my mom's arm. She would try and was not successful. The nurse said, "I'm sorry, I'm just a new nurse, and don't worry, let me get someone else who can help." Instead of my mom getting frustrated and irritated for being poked so many times, she looked at the young nurse and said, "Are you going to do that every time you try to start an IV line? Are you going to always ask for help? Go get another one and I will teach you." The young nurse was declining, but my mom was persistent. I watched my mom, a nurse of 40 years, teaching a young nurse on barely 1 year how to successfully complete an IV line, and she did. That young nurse was smiling and said thank you, and I know she will never forget that experience. My mom's lesson was, you can't always run away from your difficulties. You have to face it. She was the best mom my brother and I could ever ask for. She sacrificed so much to make sure we were happy. I remember as a child, she would come home after a 12-hour shift and would sit with me playing for hours and not leave my side. I loved spending time with my mom. I always loved standing right next to her because her warmth made me feel safe.
We had the best childhood and life growing up. She made life fun and exciting. She was the best listener. She would sit and just take in every word that came out of your mouth. She was compassionate, kind, and one of the most giving person I know. Everyone loved my mom, and she loved everyone. She loved people when people would come over. Her joy was to sit and chat with her family and friends. If anyone comes to our house, you will get a cup of chaya. She would teach me to never ask someone if they want chaya. You must make it and serve it. Her thinking is everyone could always use a cup of chaya. My mom is the funniest person I know. She has the best one-liners, comebacks, and jokes that comes out of nowhere and will have the entire room laughing. Laughter was honestly her best medicine. My mom was also a great cook. She would make so many delicious meals and feed all her family and friends. She would teach me her methods to cooking, but it would never turn out the same. I would ask her to write down her recipes, and she would say, "For what? Just throw in how much you think." But it never worked out well. Her favorite meal was chakka and dal curry, and that brought her so much joy. Her family, especially her extended family, was her everything. Her sisters, parents, extended family on both sides were her joy. She cared for them and wanted only the best for their families. She especially loved all her nieces and nephews. She would always ask them about their life plans and found joy when they accomplished great things in their life. Mom was a mom to so many people, and it was evident how loved she is. Church was another place my mom loved. The church family truly took care of Mom during this journey. The love and support they showed for us for the past 9 years, we can't thank you enough. We are so thankful to all those that prayed, called, sent meals, and supported us during the hardest times in our life. Especially those that never left our side for 9 years. You are our heroes and saved us from falling into a dark hole. You gave us the strength to stand and to continue to fight with our mom. Our lives changed on June 21st, 2011. We found out my mom had lung cancer. Our world stopped and we were scared. We didn't know what to expect and how to handle everything. We were also scared for our mom. My mom was scared too. She would share with me her fears and anxiety when she was told she had cancer. She worked her whole life as a nurse and retired from Temple University to start her next chapter. Life did not seem fair to her. When she heard she had cancer, she cried, but only for 5 minutes. She got up, we saw her get up, walk towards us in the kitchen, and said, "Okay, what's the doctor's plan?" My mom took on this journey to fight cancer, not only with us behind her, but with God in front of us. We as a family followed God's guidance. We decided that day we were one team and will fight with her. My mom faced cancer and everything that came with it, like a true champion for almost 9 years. Doctors could not explain how she is surviving for this long, with multiple cancer relapses and side effects that you cannot imagine. One time my mom and I were in the hospital room. We were laughing and eating dinner, and we heard a knock on the door and saw a doctor come in. "Are you Sosamma Varghese? You don't match your file. Someone with this type of file should be in bed and look very sick. You look great." She laughed and said, "Okay, well, do you want me to get in bed and look sick?" Her pain was unbearable. For years, she struggled to just feel comfortable. But Mom knew how she is surviving, and that is from the grace of God. She would share the gospel and her journey to anyone that would lend an ear. She never complained of her pain or not being able to enjoy life. She found joy in her toughest times and always had a smile. If you ask her, "Mom, is everything okay?" she would always say, "I'm fine. Don't worry about me." All she wanted was to let others know how she is facing this battle with God, and only God. She wanted people to hear the truth. The last 2 months was the toughest journey for our family. My mom was now transitioning to hospice.
and we had to face the fact our mom was going to pass away. But my mom was not scared. She took the next chapter like a true champ. As her health was declining, she was still praising our God. She attended the church prayer line every night and sat for the entire hour. She never skipped a beat. As the days were getting tougher for her, you can see the peace that was surrounding her so evidently. My family and I were not scared. We were sad, but we were not scared. We knew she will soon see our God, and this suffering will end for her. We were eager for her to meet the Lord. She dedicated her whole life to God and knew the everlasting peace it will bring when she meets him. The peace that surpasses all understanding. My mom peacefully passed away with her family surrounding her on May 17th with one less. Yesterday I was looking for a Bible. Yesterday I was looking for a Bible to place in her casket. I opened her cabinet and grabbed it, and a notebook fell out. This one right here. I started to look through it just to see her handwriting. My mom loves to write, and she has many notebooks with Bible study notes and also random people's phone numbers. But this one specifically fell out. As I was looking through the notebook, I saw on the cover she wrote, "Please read my story." I saw a few pages that started with 6/21/11, cancer found. As I started to read, I realized it was her journaling through the early years of her cancer journey. I read and saw that seems to be a personal account, and I would like to share it with you. This is what my mom wrote. "I believed and trusted God more, and I am more closer to him. Jesus is my Lord and my Savior. He is my healer. He came to save his people from darkness and sickness. Eternity is God forever. After I have claimed all his promises, there was 3 scans that was done after November 2011 till December 2012. All the scans were negative. Praise to God. Thanks to God Almighty for his love and grace. I am always thankful to God. I still have problems like breathing, horrible pain. People ask me, how am I so strong inside? I tell them I have been healed. But I'm waiting for my Jesus' time. I know he will let me get out of my home. I would like to serve him, and I want to do a testimony. One day I will do it. Jesus will allow me to lift him up. Jesus loves me so much. I have a lot of weaknesses. I'm asking God to forgive my sins. When I die, I know I will be with my God. I will see him face to face. This was written by me at 12:20 a.m. on 12/12/12. Sosamma. Mom, everyone has just heard your testimony. I shared your story. Your life counted. You not only fought, but you displayed your love for the Lord. Mom, you used to talk about life after death, and you would always say, "Why should I be scared? That's when I will meet my Lord." Mom, we know you are safe in the arms of Jesus. You were greeted by your parents and your best friend, Rachel Andy. Mom, you did it. No more cancer, chemo, radiation, pain, appointments, IV needles, blood work, being admitted numerous times, tests, scans, coughing attacks, soreness, breathing treatments, medication, waiting for results, fear of the return of cancer, being stuck at home, no more sorrow. You are now set free. You are no longer suffering. No more fighting. You won, Mom, and we are so proud to call you our mom. We have heard your story and testimony. Your story will live in us. We know we love you, and we know we will see you again soon. Dad, Benzie, and Liz,
I have never been more proud to be part of this family. Mom would have conversations with me about how proud she is of each of you and how you took care of her. Liz, you are the best daughter-in-law ever. The moment you came into our lives, my mom was so happy. You were the one that took the first phone call when Mom was diagnosed with cancer. You took phone calls from doctors, you explained to us what was happening and how we should approach situations. You were by my mother's side every step of the way. Mom loved you so much, and always remember that. Benzie, she was so proud of you. She spoke about you to everyone that she came across. At times I was jealous, but it just showed how loved you are by her. The way I saw you step up as a son and take care of Mom was so amazing to watch. You did things that many people would not do if they saw their mom in a vulnerable situation. You had a close relationship with Mom, and I know she was grateful for everything you did for her, even though she couldn't talk at the end. Dad, Mom loved you so much. She would tell me how blessed she is to have you. She would always ask where Dad is, and I would have to say, he's here, don't worry. The way you took care of your wife was something I can never forget. God gave you the strength to continue each day. You never stopped or turned away. To all our families and friends, words cannot describe how thankful we are for your support for almost 9 years. Please continue to pray for us as we transition this life without Mom. It will be hard, but with God, it will be okay. Thank you. മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടിജോ ജോസഫ് എന്നാണ്. ഇന്നിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരെ പോലെ എനിക്കും വേദനയുണ്ട്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ശോശാമാൻ്റിയെ പരിചയപ്പെടുന്നത്. അന്നു മുതലേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്താനായിട്ട് ആൻറ്റിക്ക് സാധിച്ചു. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികമായി കടന്നു വരും, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. പക്ഷെ അവർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു എൻകറേജ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ചിലപ്പോൾ അവർ കടന്നു പോയാൽ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം വരെ കാണും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ശോശാമാൻ്റി എൻ്റെ ജീവിതത്തിലും രോഗത്തിലൂടെയും പ്രയാസങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ ആൻറ്റി എന്നോട് പറയുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട്, ടിജോ, ഞാൻ കടന്നു പോയതിൻ്റെ ഒരു 20% മാത്രം വേദനയിൽ മാത്രമേ നീ ഇപ്പം കടന്നു പോയിട്ടുള്ളൂ. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. 10 വർഷം ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് ബാറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യം മാത്രമല്ല. ഇന്ന് ഞാനിവിടെ നിന്ന് 2 വാക്ക് സംസാരിക്കുന്നത് പോലും ശോശാമാൻ്റി തന്നൊരു ധൈര്യമാണ്. ഞാൻ ചർച്ചിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ ആദ്യം ശോശാമാൻ്റിയാണ് വിളിക്കുന്നത്. ഞാൻ ആൻറ്റിയോട് പറയും, ആൻറ്റി ഞാനിങ്ങനെ ഈ പരിപാടിക്ക് പോവാണ്, പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. ആൻറ്റി എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ധൈര്യമായിട്ട് പോടാൻ മോനെ, ദൈവം നിന്നെ നടത്തും. തന്റെ ജീവിതത്തിന്റെ കഷ്ടതയിലും ഒരു നല്ലൊരു കർത്താവിനെ രുചിച്ചറിയുകയും അത് മറ്റുള്ളവരോട് പറയുവാനും ആൻറ്റിക്ക് സാധിച്ചു. ചിലപ്പോഴൊക്കെ ഞാൻ ആൻറ്റിയെ ഫോൺ വിളിക്കുമ്പോൾ ആൻറ്റി എന്നോട് പറയും, ഞാൻ ആൻറ്റിയോട് ചോദിക്കും, ആൻറ്റി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആൻറ്റി പറയും, മോനെ എനിക്ക് വേദനയുണ്ട് എന്ന് പറയും. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഇന്നൊരു വേദനയില്ലാത്തൊരു സ്ഥലത്താണ് ആൻറ്റി ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ആൻറ്റി ഉള്ളത്. എനിക്കൊരു നല്ല വിശ്വാസമുണ്ട് അവിടെ വേദനയൊന്നും കാണത്തില്ലെന്ന്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാന്നു. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ലോർഡ് ഇസ് ദ ഡെത്ത് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്. ആൻറ്റി ഒരു നല്ലൊരു ഫെയ്ത്ത്ഫുൾ സെർവന്റ് ആയിരുന്നു. ആൻറ്റിയെ കൂടാതെ എന്നെ 2 പേരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുവാണെങ്കിൽ കുഞ്ഞുമോനങ്ങള് തന്റെ ഭാര്യയെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ഒക്കെ കടന്നു പോയപ്പോൾ കൂടെ ചേർത്ത് പിടിക്കുവാനും ശുശ്രൂഷിക്കുവാനും കുഞ്ഞുമോനങ്കളിന് സാധിച്ചു. ഈ 10 വർഷം ബാറ്റിൽ എന്ന് പറയുന്നത് ആൻറ്റി ഒറ്റയ്ക്കല്ല, കൂടെ കുഞ്ഞുമോനങ്കളിൽ നിൽക്കാൻ സാധിച്ചു. ഞാൻ ഈ സമയത്ത് കുഞ്ഞുമോനങ്കളിനെയും കൂടെ ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പെച്ചി ചേച്ചി, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ തന്റെ മാതാവ് രോഗത്തിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ തന്നെ മാതാവിനെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് ബെച്ചി ചേച്ചിക്ക് സാധിച്ചു. I don't know what to tell you, ചേച്ചി. May God give his peace and comfort through his word.
I want to extend my condolence to all the family members, especially Kunjimon uncle, Betsy Chechi and Bensi Achachan and family. ഓരോ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശ എന്നു പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ തന്റെ ദൂതന്മാർ കാഹളം ഊതുമ്പോൾ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ ശോശാമാന്റെയും കാണുമെന്നുള്ളൊരു പ്രത്യാശയിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Hear the word of God as it is written in the book of 1 Thessalonians chapter 4 verses 13 to 18. 1 Thessalonians chapter 4 verses 13 to 18. Brothers and sisters, we do not want you to be uninformed about those who sleep in death, so that you do not grieve like the rest of mankind, who have no hope. For we believe that Jesus died and rose again. And so we believe that God will bring with Jesus those who have fallen asleep in him. According to the Lord's word, we tell you that we who are still alive, who are left until the coming of the Lord, will certainly not precede those who have fallen asleep. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God. And the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air. And so we will be with the Lord forever. Therefore, encourage one another with these words. Here ends the reading. I would like to read a condolence from the New York family, from the Pulvillachera family. Unfortunately, due to the pandemic and all the precautionary effects that we had to take, they were not able to physically come here. Our heartfelt condolences for our beloved Achamama. Our heart goes out to the sorrowing family. May God grant peace and strength during this difficult time. Rest in peace from the Pulvillachera family from New York. Betsy, Bensi, and Liz. We're truly sad to hear about Andy. The verse that came to my mind when I was trying to think about what to say is 2 Timothy 4, 7 to 8. In every true sense of these verses, Auntie has truly fought a good fight. She finished the race and has kept her faith throughout. There is an overwhelming peace knowing that Auntie knew Jesus. You know exactly where she is right now, rejoicing in paradise with Jesus. Betsy, I've seen you these past years fighting this fight with your mom. She's leaving a wonderful legacy in you. You're a wonderful daughter any mom will be proud of. As a mom, that is all we could hope for. We love you. And please know that we are praying for Jesus' comfort as you go through this time. വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Revelation chapter 21 verses 1 through 7. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് ഒഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തു, സംഭവിച്ചത് തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ശോശാമ്മയുടെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞുമൻഷായൻ, ബെൻസി, ബെറ്റ്സി ആൻഡ് ലിസ്, സഹോദരങ്ങൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്,
ഫ്രം നിയർ ആൻഡ് ഫാർ. ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ഈ വേളയിൽ മനുഷ്യന്റെ വാക്കുകൾക്ക് ആശ്വാസം തരുവാൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരിമിതികളിൽ നിന്നുകൊണ്ട് ശ്രമിക്കുമ്പോൾ സാധ്യമല്ല എങ്കിലും സകല ആശ്വാസത്തിന്റെ ഉറവിടമായ ക്രിസ്തുയേശു നല്ല ആശ്വാസദായകനായി നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആദ്യമായ ശോശാമ്മയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. She migrated to the United States in the very early 70s as a nurse. ആദ്യകാലങ്ങളിൽ അമേരിക്കയിലെത്തിയ നഴ്സുമാരുടെ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് വളരെ നല്ലതായിട്ട് അറിയാവുന്നതാണല്ലോ. എങ്കിലും 2 കുടുംബങ്ങൾക്കും ഒരു അത്താണിയായി പ്രവർത്തിക്കുവാൻ ശോശാമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് നമുക്ക് ഓർക്കാം. കഴിഞ്ഞ 45 വർഷം തങ്ങളുടെ ഒന്നിച്ചുള്ള ജീവിതയാത്രയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്തു നിന്നും ഇപ്പോൾ മാറ്റപ്പെട്ടു. 2011 മറ്റേവരെ പോലെയും റിട്ടയർമെന്റ് ലൈഫിലേക്ക് വളരെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ശോശാമ്മയും പ്രവേശിച്ചത്. എന്നാൽ കർത്താവിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. രോഗത്തോടുള്ള ബന്ധത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ധാരാളം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഒരത്താണിയായി കുഞ്ഞുമൻചായൻ കൂടെ നിന്നു. വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു. ഒരു ഭർത്താവ് പ്രിയപ്പെട്ടവളെ എത്ര നന്നായി ശുശ്രൂഷിച്ചു എന്നുള്ളത് ഒരു നല്ല സാക്ഷ്യമായി തന്നെ നമുക്ക് കരുതുന്നു. കുഞ്ഞുമൻചായൻ, യു ഡോണ്ട് ഹാവ് ടു റിഗ്രറ്റ് because you did the very best that you could possibly done for her. Betsy, and Les, I know you will miss your mom. During the last 9 years, I don't think none of you have taken any time of vacation because you will be around your mom all the time. We are very proud of you guys. Your mom is very happy now. You know why? She does not have to suffer anymore. No more pain or no more ache. She is resting now. As you know, your mom was a very strong, faithful woman. And also, she was a prayer warrior. As we read in 2 Timothy 4:7 and 8, I have finished the good fight. I have finished the race. I have kept the faith. Yes, now there is in store for me the crown of righteousness, which is the righteous judge will award to me on that day, and not only to me, but also to all who have launched for his appearing. ഈ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ഓട്ടം തികയ്ക്കുവാൻ ശോശാമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. ഇടവകയോടുള്ള ബന്ധത്തിൽ ലഭിച്ച എല്ലാ നല്ല ശുശ്രൂഷകൾക്ക് ഓർത്ത് ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. കുടുംബമായി ഇടവകയ്ക്കും പട്ടക്കാർക്കും വളരെ നല്ല ശുശ്രൂഷ ചെയ്തു വന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ദ സൈലന്റ് സർവൻസ് ഓഫ് ഗാഡ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ പ്രയർ ലൈനിൽ കൂടെയും ലൈവ് സ്ട്രീമിൽ കൂടെയൊക്കെയും ആരാധനയിൽ പങ്കെടുക്കുവാൻ വളരെ സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ട ദാസിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്കും സന്തോഷം തരുന്നു. വളരെ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുവാനുണ്ട്, എന്നാൽ സമയക്കുറവ് മൂലം ഞാൻ ചുരുക്കുന്നു. ശോശാമ്മ ലാസ്റ്റിൽ ജോലി ചെയ്തിരുന്നത് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഹോസ്പിറ്റലിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ പലരും ഈ സമയത്ത് അവരുടെ ദുഃഖങ്ങൾ അറിയിക്കുന്നുണ്ട്. On behalf of the friends from the Temple University Hospital, I extend our heartfelt condolences to the family at this time. Also, a very dear and family from India. They used to work together here. Mr. Sebastian and Mrs. Eliama Sebastian. On behalf of Mr. and Mrs. Eliama Sebastian, I extend our heartfelt condolences and prayers to the family at this time. Our hearts goes out to you in this difficult time of sorrow, and no words can describe
how sorry we are as a parish, the family of Sosamma Church, Philadelphia, for the loss of your mom, Sosamma. At this time, on behalf of our parish members, each and everybody, we express our heartfelt condolences and prayers to you during this difficult time. ഒത്തിരി നല്ല ഓർമ്മകളിൽ ശോശാമ്മ ഇനിയും നമ്മുടെ ഒപ്പം ജീവിക്കും. നല്ല സേവനങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. May the good Lord comfort your heart and fill your heart with thy spirit to overcome this difficult time. On behalf of the Sosamma Church, Philadelphia, and my family, I extend our heartfelt condolences and prayers. God bless you all. Parish Secretary Varghese Matthew. Lord, comfort your heart. Good afternoon, everyone. My name is Liz, and I am Mom's daughter-in-law. I would like to thank those of you who are joining us here today, with Mom, also through live stream. I would like to take this time to say a few words about Mom. I have known Mom for the past 11 years, since Betsy and I got married, and really got to have a relationship with Mom after we moved back from Florida in 2010. As everyone here who has known Mom for much longer than me knows, what really stands out about Mom is her faith and her love for Christ. For most of the time that I have known Mom, most of it has been since her cancer diagnosis. From the day we received Mom's first cancer diagnosis to her last days when we could still speak to her, Mom never faltered in her faith. She always turned to God and trusted God through every step of the way. When most would have questioned or had anger in these dark situations, Mom looked to God to guide her and persevere through her cancer, not just once, but 3 times. She has been an example to all who have met her of what it's like to be a strong Christian. While most would not have survived what Mom went through, I believe she survived as long as she did due to her faith in Christ. She is an example of the miracles that God can perform through faith. Mom had many downs throughout the years, from facing harsh chemo and radiation and all its side effects, to having to face being diagnosed with cancer multiple times, and having countless hospitalizations. In her final months when treatment was no longer an option, Mom continued to push. When it was apparent that Mom was getting weaker, she continued to lean on God and her family. She was still able to enjoy the company of family and friends, participate in her prayer life, have a last gathering for Betsy's birthday, enjoy regular visits with her sisters, nieces, and nephews, and finally her wedding anniversary on May 1st. Mom's impact on all who knew her has been very clear throughout the years by all who have called, prayed, and visited Mom and our family. Even in Mom's final days and hours, Mom was shown an outpouring of love and support. While we miss her terribly, she was able to transition to her new home with our Lord and Savior peacefully, and it brings us comfort knowing that she has been healed and restored. Mom has taught me since joining this family the importance of growing in my relationship with God, to focus on where we're going after we leave this earth, and how important it is to actively seek, learn, and study His Word, and to grow in our faith and trust in Him. I have been so blessed to have had Mom in my life. I cannot end what I have to say without specifically talking about Dad and Betsy. As everyone knows, Betsy and I live in New York. Dad and Betsy have taken care of Mom all these years. They were always on top of everything, from appointments to medications to making sure Mom ate and drank as much as possible, even when she was not up to it. They were patient and loving always, and just took the most amazing care of Mom. No words can express how thankful we are to the both of you. Mom, we love you, and we are missing you every day. We have been so blessed to have had a faithful and praying mother like you. We know that you are watching over all of us, and that we will surely meet again. Dearly beloved, I'm here representing our eulogy Mama. She's the eldest of all the 5 sisters.
Unfortunately, she cannot be here at this time, but I know her presence is here in this room and she's watching all of us at this time. And I'm reading her message for all of you. Our heartfelt condolences to Tom, Benzie, Liz, and Betsy Moore, and to all family members. May God comfort you. 2 Timothy 4:7. I have fought a good fight. I have finished the race. I have been kept the faith, and finally is there laid up for me the crown of righteousness, which the Lord will give me on that day. Goodbye, our beautiful angel. See you on the other shore. Sorry we cannot be there. From your loving sister Elikuti, Jimmy and Arlene, Betsy and Manoj, Stephen, Joshua, Eliza, Elijah, and Jacob. Oh, we'll miss you, really, Mommy. Thank you. First off, I just want to thank everybody who's here today, the Utchins and family members, and everyone who's watching through the live stream. Here in Philadelphia, we have a pretty large family all throughout pretty much the world, and just everyone who's tuned in to watch, we appreciate your support during this time. So, Mom was, as Betsy and Liz and countless others have talked about, she was unique in many ways. It wasn't that she was the best mom. She was the best mom for us. But everyone's mom is their best mom, right? I mean, that's not what made Mom unique. What made Mom unique was the fact that she just wasn't going to go down without a fight. I still remember the day, and I'm sure Dad still remembered the day, and Betsy as well, when we were at the University of Pennsylvania. The pathology report had come back. The pathologist himself came out and spoke with us and said that we detected cancer. And Mom was still coming out of anesthesia on the drive back home. She was still very loopy. We weren't going to tell her then, and we didn't know how to tell her. Once we came back home that night, and once she was able to recover and be oriented, she came downstairs and she said, what was the results? And I don't remember who told Mom, but one of us did. And she said, okay. And she left the kitchen and walked back upstairs. And I figured we would just leave her alone for a little bit. I went back upstairs, and around maybe 10 minutes later, I just wanted to check up on her. She was in her room, and she was standing, and she was looking out the window. There's a window in our parents' room that faces the backyard. There's a pool, there's a yard, and she was quiet, and she was just gazing out the window. And I've often wondered what she was thinking about. Because when you get diagnosed with cancer, you're not told, hey, you've been diagnosed with cancer and you have exactly 9.5 years to live.
She had lung cancer, one of the worst cancers you could possibly have. For as much as she knew, she probably had months to go. But as Betsy said in her speech, she came back down after she was told. She had this moment of reflection. And she was like, okay, let's go, let's battle. I'm ready to go. And whatever comes my way, I'm going to be that example. I'm going to be the one who's going to set forth what it means to fight cancer, what it means to fight death, what it means to look at death in its face and let death know that you may claim me, but I'm not afraid. I'm not going to be kicked around. I'm not going to be bullied by it. And that's exactly what Mom did. And a lot of you already know that. A lot of you already know what Mom went through. Betsy very eloquently in her speech broke down all the different, literally itemized everything that Mom had gone through. And then you multiply everything that she said by 9 years. It was insanity. It was hard for us. And just imagine her. But when I look back at the last 9 years, I think what's most important is really how much she changed us as a family. I wasn't one who read the Bible or spent time in prayer. I really didn't want to engage in any of that. And one day I remember asking Mom, this was like 2 or 3 years into her cancer, and she had a really rough day, a really rough like week. In and out of the hospital, a lot of medication, vomiting, a lot of pain, and it was bad that week. And I remember asking her, why do you not walk away? Why do you not walk away from God? I don't understand. Why are you so steadfast with your faith in Him? Why do you believe in Him so much? And, you know, for her, there was nothing more that she loved than Christ. The conviction that Christ exists, the commitment in who He is to her. And to watch her, after I asked that question, not think twice. Not be moved by anything that I was trying to sway in her. And it's funny how it inverted in many ways. You know, the son who was not committed in Christ, who was questioning why was she so committed in Christ, trying to almost reel her to my side, the opposite effect happened. Where shortly after I came to Christ. And her testimony and her relationship with Christ has transformed Dad, transformed Betsy, and has transformed Liz. So a couple of years ago, I never really saw Liz read the Bible and pray. A couple of years back, like I noticed one day she was just in her room reading the Bible on her own. And for the last 2 years, she's just been studying the Bible. That's the kind of impact people have in your life.
when you allow them to, when you see the type of love that a mother has for you, when you can take that love and really try to connect with it, and then also try to apply what she tries to teach you into your life. We were all fortunate, Dad, Betsy, Liz, myself. We were fortunate to have plenty of time with Mom to be able to sit with Mom on our own and to tell her how much we felt for her and how much she meant to us. A lot of people don't get that opportunity. We did. And so there's not much that I need to really say in regards to what Mom meant to me personally, because she already knows. But I just wanted to reconfirm that, Mom was someone who really stood for something. And that's the looping kind of theme that you hear. It's just commitment to Christ, commitment to Christ, commitment to Christ, commitment. Everybody that comes up, commitment to Christ. That's the first thing that they have to say. And so moreover for me, who was Mom? What was Mom? It's not that she fought cancer hard. Anyone can fight cancer hard. It's not that she was nice to everybody. Anyone can be nice. But not everyone or not anyone can commit their entire life to Jesus Christ the way she did when she had plenty of times to walk away from it. 9 years to walk away from it, not once did she walk away. And to me, that was her true strength. Mom, I just want to thank you. Not just for being a good mom, but I want to thank you for showing our entire family who Christ is, and what he can do, and his power. ദൈവം ഞങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മെയ് 1 45 വർഷമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ മെൽസി പറഞ്ഞുകൊണ്ടത് വളരെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി കടന്നുപോയ ഒരാളാണ് ശശാങ്ക്. വളരെ ശക്തിയേറിയ പ്രാർത്ഥന, അല്ലാതെ വെറുതെ ഒരു പ്രാർത്ഥന അല്ലായിരുന്നു. ഈ അസുഖമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ സ്ട്രെങ്ത് കൂടി, ഡബിളായി. ആദ്യം എത്രമാത്രം കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, അതിലും കൂടുതൽ സ്ട്രെങ്ത്. എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത്ര ശക്തി പ്രാർത്ഥന. ക്യാൻസറിനെ വിട്ടുകൊടുക്കുകയില്ലായിരുന്നു, ക്യാൻസറിനെ ഒലിപ്പിക്കുകയായിരുന്നു, അതേ രീതിയിലുള്ള പ്രാർത്ഥന. അപ്പോൾ ഞങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മളിൽ നിന്ന് വിശ്വാസം മാറ്റപ്പെട്ടു, താൽക്കാലികമായി മാറ്റപ്പെട്ടു. എന്നാൽ എല്ലാവർക്കും വിഷമമുണ്ട്. എന്നാൽ ജീവിത പങ്കാളി മാറുമ്പോൾ അതിലുണ്ടാകുന്ന വിഷമം ഏറെയായിരിക്കും. അതിൽ വളരെയേറെ വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് വളരെയേറെ സന്തോഷം ഇപ്പോഴുള്ളത്, കാരണം ശോശാമ്മ പോയിരിക്കുന്നത്, മരിച്ചത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് എവിടെ പോകുമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് ശോശാമ്മയെ കാണാം.
നിത്യതയിൽ അവരോട് ചേരാം. ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. ഞാൻ ക്രിസ്തുവിൽ മരിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിച്ചതാണ്. ആദ്യ തുടക്കത്തിൽ തന്നെ അതുപോലെ പ്രാർത്ഥനയിൽ ജീവിച്ചയാളാണ്. വളരെയേറെ പ്രാർത്ഥന. ഞങ്ങളുടെ വീട്ടിൽ എനിക്കും എൻ്റെ 3 മക്കൾക്കും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു പ്രാർത്ഥന. ഞങ്ങൾക്ക് വളരെ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കണം, വിശ്വാസത്തിൽ കൂടുതലായിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും അടുക്കുവാൻ ഒരു മുഖാന്തരമായിരുന്നു. ഒരു ജീവിതത്തിൽ നമുക്ക് ഒരു സാക്ഷ്യം ഇതുപോലെ പറയാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചതുകൊണ്ട് അതാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇതുവരെ അത്ര ഭാരപ്പെടുത്തിയിട്ടില്ല. വളരെ കൂളായിട്ട് പോകും, ഞങ്ങളെ അറിയിക്കത്തില്ല എന്ത് വിഷമം. എന്നാൽ 9 വർഷം ക്ഷീണതയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുന്ന സമയത്തെല്ലാം ഒന്നും പറയത്തില്ല. എന്നാൽ എനിക്ക് എന്നെ അസുഖമുണ്ട്, ഒന്നുമില്ല, വേദനയുണ്ട് ചോദിച്ചാലൊന്നും പറയില്ല. ഞങ്ങൾ കാണാതെ അനങ്ങാതായിരിക്കും ചിലപ്പോൾ പോയി മെഡിസിൻ എടുക്കുന്നത്. ലാസ്റ്റ് മോമെൻ്റ് വരെയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബെഡിലായിട്ടുള്ളൂ. അതിന് മുമ്പെല്ലാം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഇതെല്ലാം നടക്കുന്നത് ഇന്നിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. ഇതിന് സംശയം. ഞങ്ങളെ കരുതിയില്ല. ആ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്കുണ്ടായി. ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ശക്തി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലഡൽഫിയ മാർത്തമാ ചർച്ചിൻ്റെ പ്രാർത്ഥന സമൂഹമാണ്. അവരിൽ കൂടിയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ കരുതലും കിട്ടിയത്. ഓരോ ദിവസവും അതൊരു ഇൻസ്പിറേഷനായി കൂടുതൽ ശക്തി കിട്ടാൻ സാധിച്ചെന്നുള്ളതാണ്. നേരത്തെ ആയിരുന്ന അച്ഛന്മാരും എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ ജിനു അച്ഛൻ വളരെ കാര്യമായിട്ട് എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ തന്നെ ചിന്തിച്ചില്ല ഇത്ര പെട്ടെന്ന് ശോശമ്മയാണ് മാറുന്നത്. അപ്പോൾ അച്ഛനാണ് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചത്, എങ്ങനെയുണ്ട് കുഞ്ഞച്ചാ അസുഖം? ഞാൻ പറഞ്ഞ് നല്ല സുഖമില്ല, ക്ഷീണമുണ്ട്, എന്നാൽ നമുക്കൊരു കുർബാന കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്നാൽ അച്ഛൻ്റെ ആഗ്രഹം നടക്കട്ടെ. ഇന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നത് അച്ഛനെ തക്ക സമയത്ത് ദൈവം ഒരുക്കി എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിൽ അച്ഛനെ ഒരുക്കി. അച്ഛൻ വന്ന് കുർബാന കൊടുത്തു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ സംഗതി അറിയാം എല്ലാവർക്കും. ഓൾ ടൈമിൽ അവിടെ എഴുന്നേറ്റിരുന്നത് സന്തോഷമായിട്ട് കൊണ്ടു. അത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ രാത്രിയിലാണ് തോമസ് മാർട്ടിച്ചനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയപ്പം ഉറക്കം. ഞാൻ വിളിച്ചോളൂ. തോമസ് അച്ഛൻ പറയുന്നത് പ്രാർത്ഥിക്കാം. ഫോൺ വാങ്ങിച്ചു, വെച്ച് പ്രാർത്ഥന കേട്ടു രാത്രി. അത് കഴിഞ്ഞിട്ട് അച്ഛനുമായിട്ട് വർത്താനം പറഞ്ഞ് കൊച്ചമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ജോസച്ചൻ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ അച്ഛനും പറഞ്ഞത്. എല്ലാവരും അതുപോലെ ആ സമയങ്ങളിൽ ഓരോരുത്തരെയും ഒരുക്കി എന്നുള്ളതാണ്. ഇതെല്ലാം എഴുതി വെച്ചതുപോലെയാണ് നടന്നത്. എന്നാൽ അവസാനമായിട്ട് പോകുന്ന സമയത്ത് ആരും തന്നെ അറിഞ്ഞില്ല ഒരു ശ്വാസം എങ്ങനെ മാറിപ്പോവാണ്. പിന്നെ അവരെല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് ശരി പോയി. അപ്പോൾ അത്രമായ ധന്യമായ ഒരു ജീവിതം നയിച്ചു. കാരണം ഇതാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. കാരണം നമുക്ക് മരണവും ന്യായവിധിയും കഴിയാതെ പോകാനൊക്കത്തില്ല. അത് രണ്ടും ഗ്യാരണ്ടീഡാണെന്നേരം ഇത് ഓർത്ത് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയമല്ല. കർത്താവിനെ ആശ്രയിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. അതിൻ്റെ ഒരു മാതൃകയായിട്ടാണ് ഇപ്പോൾ നമ്മളെ ശോശാമ്മ ഇതെല്ലാം കാണിച്ചിട്ട് നമ്മളെ വിട്ടു പോകുന്നത്. ഇതിൽ മാറ്റപ്പെടുന്നതിൽ താൽക്കാലികമായിട്ടുള്ള മാറ്റത്തിൽ വിഷമമുണ്ടെങ്കിലും നിത്യതയിൽ ഒരുമിച്ച് നമുക്ക് കാണാം. ഈ സമയത്ത് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊരു വീട്ടിൽ നമുക്കും ഒരു നാട്ടിലുള്ള പുലിയച്ചേരിയിൽ കുടുംബം വളഞ്ഞോട്ടത്തിൽ നിന്നും അവിടെ നിന്നാണ് വലിയമ്മ ഉള്ളത്. അപ്പം പുലിയച്ചേരി കുടുംബത്തിൽ നിന്നും എനിക്ക് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള
എല്ലാവരും ഒരുമിച്ചുള്ള അനുശോചനം അറിയിക്കുന്നുണ്ട്. കുടുംബമായിട്ട് എനിക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സോ അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. Dear brothers and sisters in Christ, as I said earlier, I'm standing right in front of you for the word of thanks. Before that, I would like to take a real quick moment to speak a few words about Veli Mummy. My name is Rajesh Matthew, as you all know. I'm just introducing my name for the people who are watching through the live stream. Sosamma Varghese is my aunt. That's my mom's elder sister. I call her Veli Mummy. In fact, I should say that we call her Veli Mummy because all our cousins, we all call her Veli Mummy. About Veli Mummy, I have to say that she was with me in all steps of my life. She guided me and supported me in the path of my education. She enlightened my spiritual life. When my parents were in the United States, I couldn't come along with them. She used to call me every single day and ask me, Rajesh, what did you eat for your breakfast? What did you eat for your lunch? Are you doing okay? And this call used to come every single day. And I wait for her call every single evening. And finally, when I got the visa to come to the United States, she said, Rajesh, you need to wait. I'm coming to India. You should come with me. And she held my hand and brought me into this beautiful country. I have no words to explain the pain and the sorrow I'm going through with the loss of Veli Mummy in my life. But I have a faith that there is a day when I will be able to see her in front of Jesus Christ. We are a little running out of the time, so without taking much time, I would like to go to the word of thanks. First, I would like to thank the Marthoma Church, Philadelphia. For the past 9 years, we were truly being taken care of from our church family. With phone calls, meal drop-off, visits, endless prayers, we were able to truly spend even more time with our Veli Mummy. Along with this, I would like to thank Reverend Jinu Abraham Achan and Reverend Thomas K. Matthew Achan for providing all the prayer and spiritual support for all of us in our family. Also, Reverend Father Jose Daniel Paitel Achan is my uncle from our own family. Achan is the spiritual leader of our family, providing constant guidance, constant support. Next, I would like to thank the University of Pennsylvania Abramson Cancer Center. Veli Mummy had all her appointments and treatments during the past 9 years at Abramson Cancer Center. Also Temple Jeans Hospital, the doctors and nurses who took great care of her when she would be admitted for additional care. Also, I would like to talk about Dr. Roger Cohen. He was Veli Mummy's oncologist. With his care and expertise, we were able to have more years with our Veli Mummy. He was always encouraging and would try every possible plan so that she can have more years with our family and friends. Also, Dr. Paul Collin, so Dr. Collin was Veli Mummy's pulmonologist. Knowing and understanding how much difficulty she had with breathing, he worked so hard to make sure she had the necessary treatments to make her feel comfortable. Also, Veli Mummy had many doctors and nurses throughout these years who took great care of her, and we are truly grateful for their guidance. Also, I would like to take this time to especially thank the University of Pennsylvania Hospice Care. You took great care of our aunt.
during her transition. She was always comfortable and extremely happy to be home. You were always one phone call away for help. Also, I should mention the hospice nurses Zandy and Jen. We are truly grateful for your love, compassion, and care for our Veli Mummy. We thank you for everything you did for us during these difficult situations. Last but not the least, our family and friends. There are not enough words to express our gratitude for your love and care and support over the past 9 years. There are countless people who made an impact in our lives by spending their own time to ensure we were okay. Please keep our family in your prayers as we transition to this new life without Veli Mummy, Bensi and Betsy and Liz without their mom, and our Veli Appa without his wife. We know for a fact Veli Mummy is with God and can rejoice knowing she will have no more pain and no more suffering. She has won the battle. I thank you all again for joining us today from different parts of this world through this live stream. May God bless you all, and thank you. നമ്മുടെ മൂന്നാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. എന്തു ഖേദം ഈ കാഴ്ച ദുഃഖം ചേതയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മാർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവനെ മണ്ണിലെ കയയ്ക്കുന്നു. സ്നേഹിച്ചവളെ ശ്ലോകത്തോടക്കുന്നു. സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. പൂഴിക്കും പുഴുവിനും നിരയാനയക്കുന്നു. നാദാവിന്റെ വരവിങ്കൽ ഞങ്ങൾക്കോ താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. ഇപ്പോൾ മുഖം മൂടുന്നതാണ്. ദയവായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൂടെ മുഖം മൂടാനായിട്ട്. മുഖം മൂടുകയാണ് എല്ലാവരും കാണണമെങ്കിൽ ഒരുക്കി.
ജനമേ കരയല്ലേ ിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ചറിളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതല മലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോട് കൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത വാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനോ സർവ്വലോകങ്ങളുടെയും പിതാവ് ജനിച്ചതും പ്രകാശവും സത്യദൈവവും ജനിച്ചതും സൃഷ്ടിയാത്തവനും സത്യത്തിൽ പിതാവിനേക്കുള്ളവനും സർവ്വസ്വാതന്ത്ര്യമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടേ സർവ്വത്തിനിറങ്ങി വിശുദ്ധ മറിയാമിനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം വഹിച്ച് മരിച്ചടക്കപ്പെട്ട് ത്രികതപ്രകാരം ിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് സംസാരിച്ചതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രം പറഞ്ഞ് ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. മറിക്കുമോർ സമൻ കലോ വെച്ചുള്ള ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മൾ സെമിട്രിയിലേക്ക് പോയി പ്രാർത്ഥിച്ച് ഭൗതിക ശരീരം അടക്കം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യും.
പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണും. പ്രിയപ്പെട്ട ഫിലഡൽഫിയ മാർത്തോമ ഇടവക വികാരി റവറൻ ജിനു എബ്രഹാം അച്ഛൻ, ഇടവക അംഗങ്ങളെ, ദുഃഖത്തിൽ ആയിരിക്കുന്നതായ മിസസ് സോസാമ വർഗീസിന്റെ കുടുംബാംഗങ്ങളെ, നാം ഇപ്പോൾ ഈ പരിമിത സാഹചര്യത്തിൽ കൂടിയിരിക്കുന്നത് മിസസ് സോസാമ വർഗീസിന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അന്ത്യയാത്ര കൊടുക്കുന്നതിന് വേണ്ടി ആകുന്നുവല്ലോ. മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. ആ മരണം നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതാകുന്നു. ആയതിനാൽ നാം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ദൈവത്തോടു കൂടെ ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. ശോശാമ്മയെ സംബന്ധിച്ചിടത്തോളം ശോശാമ്മ ഏർലി റിട്ടയർമെന്റ് എടുത്ത് നാട്ടിൽ പോയി പ്രിയ മാതാവിനോട് ചേർന്ന് താമസിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ തനിക്ക് പെട്ടെന്ന് അസുഖം ബാധിച്ചതിനാൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് പല വിധത്തിലുള്ള വേദനയിലും പ്രയാസത്തിലും താൻ കഴിഞ്ഞുകൂടി. ശോശാമ്മയെക്കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ, താൻ സൗഖ്യമായിരുന്ന അവസരത്തിൽ ഇടവകയുടെ ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അതുപോലെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും സേവിയാ സംഘങ്ങളിലും വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിരുന്നായ ഒരു വ്യക്തിയായിരുന്നു. ശോശാമ്മ വളരെ ശാന്ത സ്വഭാവവും സൗമ്യ സ്വഭാവവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ മുഖത്ത് എപ്പോഴും നല്ല ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ രോഗത്തിൽ കൂടിയും വേദനയിൽ കൂടി കടന്നുപോയ അവസരത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താകുന്നു തൻ്റെ ജീവിതത്തിൽ അത് സ്വയമേ സ്വീകരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശോശാമ്മ തയ്യാറുള്ള ഒരു വ്യക്തിയും ആയിരുന്നു. ശോശാമ്മയ്ക്ക് ഇന്ന് പൗലോസ് അപ്പോസ്തലനോടൊപ്പം പറയുന്നതിന് സാധിക്കും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് ആ ദിവസത്തിൽ നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ച എല്ലാവർക്കും കൂടി തന്നെ. ശോശാമ്മ പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ചു. പ്രത്യാശയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഈ അവസരത്തിൽ ഫിലഡൽഫിയ മാർത്തോമ ഇടവകയുടെ സീനിയർ ഫെലോഷിപ്പിൻ്റെ നാമത്തിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലും ഉള്ള അഗാധമായ അനുശോചനം ഈ അവസരത്തിൽ കുഞ്ഞുമോനോടും ബെൻസി, ബെറ്റ്സി, ലിസ, അതുപോലെ തന്നെ എല്ലാ കുടുംബാംഗങ്ങളോടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ഈ ദുഃഖത്തിൻ്റെ വേളയിൽ നിത്യസമാധാനവും ആശ്വാസവും തന്ന് നിങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. My name is Minnie Abraham. I am representing the Philadelphia Marthoma Church, Sevika Sangam, to express our heartfelt condolences to Shoshama Auntie's family. Psalms 147:3. He heals the broken-hearted and binds up their wounds. Shoshama Auntie loved the Lord. The passing of Shoshama Auntie, our beloved sister, is heaven's gain, and it has broken the human tie that makes the heart bleed in agony and pain. But we are encouraged and consoled in the words of Jesus, who said,
I will never leave thee nor forsake them. Sosamma Auntie was a very active and dedicated member for the Sevika Sangam, who provided wholehearted support for the spiritual development of the church and its activities. Auntie was a very quiet person, and she always had this sweet smile on her face. She would find time to dedicate her service for the Sevika Sangam and made sure she participated in activities like Bible study, cooking, attending prayers, hosting prayer at her house, going for conferences. She was a very beautiful person inside and out, truly extraordinary woman, and was a role model. People admired her. She was very innocent. I have heard stories about her and people joke around. Our former vicar, Sunny George Achan, and Sosamma Auntie went to the same school. Sunny George Achan used to use this hard, tough Malayalam words, and Sosamma Auntie, after his speech, would say, "Acha, I do not understand the Malayalam words that you use. I remember the same Malayalam teacher taught both of us in our school." To Kunmonchan and family, our deepest sympathy goes to your family, praying that the precious moments of Sosamma Auntie will give your family comfort and her legacy will live through you all. Her precious and wonderful memories of her will carry your family through this challenging time. Again, I convey our condolences through the Sevika Sangam organization of Philadelphia Marthoma Church. Deuteronomy 31:8. The Lord Himself goes before you and will be with you. He will never leave you nor forsake you. Thank you. എൻ്റെ പേര് തോമസ് എബ്രഹാം ബിജു. ഞാൻ ഫിലഡൽഫിയ മാർത്തോമ ചർച്ച് എഡോ മിഷൻ സെക്രട്ടറിയാണ്. Death is not an end, but it is the beginning of everlasting life with our Heavenly Father. I'm sure that many of you have heard this passage before, but if you pay attention to the last part of the passage, to have everlasting life with our Heavenly Father. എൻ്റെ പേര് തോമസ് എബ്രഹാം ബിജു. ഞാൻ ഫിലഡൽഫിയ മാർത്തോമ ചർച്ച് എഡോ മിഷൻ സെക്രട്ടറിയാണ്. Death is not an end, but it is the beginning of everlasting life with our Heavenly Father. I'm sure that many of you have heard this passage before, but if you pay attention to the last part of the passage, to have everlasting life with our Heavenly Father, this is the aim, or should be the aim, of all Christians. ഇന്ന് സോശാമ്മ ആൻറ്റി നമ്മുടെ ഒപ്പം ഇല്ല. സോശാമ്മ ആൻറ്റി ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിലാണ്. She has earned her everlasting life with her Heavenly Father. സോശാമ്മ ആൻറ്റിയുടെ വേർപാട് എനിക്കൊരു ഫാമിലി ഫെലോഷിപ്പ് ലോസ് പോലാണ്. കാരണം പൈൻ വാലിയുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് മാത്രമല്ല, ചർച്ചിൻ്റെ മൊത്തം ആക്ടിവിറ്റീസിൽ അങ്കിളും ആൻറ്റിയും പിള്ളേരും വന്ന് പങ്കെടുക്കുമായിരുന്നു. They were wholeheartedly supporting the church in many ways. എഡോ മിഷനെ സംബന്ധിച്ചോളം അങ്കിളും ആൻറ്റിയും വളരെ ആക്റ്റീവ് മെമ്പേഴ്സ് മാത്രമല്ല, എല്ലാ കാര്യത്തിനും വന്ന് കൂടി നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരുന്നു. അങ്കിള് 2-3 വർഷം മുമ്പ് എഡോ മിഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അങ്കിളും ആൻറ്റിയും എഡോ മിഷന് നൽകിയ എല്ലാ സർവീസും ഞാൻ ഓർക്കുന്നു. Betsy and Bincy, I know that this is a tough time for you. I know that losing a mother is one of the hardest things in the world. But I'm sure that she was proud of the both of you for who you both turned out to be. എനിക്ക് അങ്കിളിനോട് പറയാനുള്ളത്, ഒരിക്കലും വിഷമിക്കണ്ട. അങ്കിളും മക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാം ആൻറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. You have taken care of her. And now she is with her Heavenly Father with no pain. ഞാൻ കൂടുതലൊന്നും സമയം എടുക്കുന്നില്ല. ഈ സമയത്ത് ഫിലഡൽഫിയ മാർത്തോമ എഡോ മിഷൻ്റെ നാമത്തിൽ
എൻ്റെ ഹാർട്ട്ഫുൾ കണ്ടോളൻസസ് ഞാൻ അറിയിക്കുന്നു. May the good Lord give you peace during this difficult time. Thank you and God bless. It is with a heavy heart that I make this recording. I've had the privilege of knowing Sosamma for many years. Outside of being neighbors growing up in the Northeast, Betsy and I attended middle school together. We were bus stop buddies, science fair partners, and most importantly, friends. So much time has passed since middle school, but our friendship still remains strong. When I heard the news of Auntie's passing, I felt a great sadness, and I wanted to find the words to provide comfort to Betsy and the family, but I just couldn't find any. Now, here, days later, I still can't find those words, but I want you to know that I find myself cherishing little moments that I've shared with Auntie. Growing up, I would see Auntie at various times. She would always be very kind and very loving. In the more recent years, as she battled with cancer, what I saw was a woman of incredible strength. Someone who didn't back down from a fight, but instead faced it head on and left the rest in God's hand. It always brought me joy to see her in church. She reminded me of the strength of prayer. As a community, we had always lifted her and the family in prayer, and I felt those prayers answered every time she came to church. As I said, I don't have profound words of comfort, but I hope that who she was to me and the wonderful qualities that I cherish about her brings you joy and peace. So on behalf of my family and the youth fellowship, please take comfort in that we will always remember her and the moments that we've shared with her. Thank you. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ, വിളിക്കും നേരം കാണുമെൻ പേരും, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ പേരും, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണൂ, വിളിക്കും നേരം കാണുമെൻ പേരും. ഞങ്ങൾ കർത്താവും ഞങ്ങളുടെ ദൈവമേ
സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവേ യേശുമശീഹായെ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങൾ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങൾ കർത്താവേ, ഞങ്ങളെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഷമാൻഡിയുടെ ധന്യമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവമേ, തൻ്റെ ജീവിതത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് നിലനിൽക്കുവാനും അന്ത്യത്തോളം അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുവാനും പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിലനിൽക്കുവാനും തക്കവണ്ണം നിന്റെ മകളെ നീ സഹായിച്ചു. ദൈവമേ, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നിറവേറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. ഒരു അനുഗ്രഹിക്കപ്പെട്ട മകളായി, ഒരു നല്ല സഹോദരിയായി, ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, ഒരു നല്ല അമ്മായിയമ്മയായി, അനേകർക്ക് നല്ല സുഹൃത്തായി, അനേകരെ ശുശ്രൂഷിക്കുന്ന ഒരു നല്ല നേഴ്സായി, ദൈവമേ അതിനേക്കാളൊക്കെ അപ്പുറമായി ദൈവമേ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിന്ന നിന്റെ മകളായി, നിന്റെ കർത്താവേ മകൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയല്ലോ. നീ നൽകിയ ഈ ചെറിയ ആയുസ് അത് ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തിയാക്കി അവിടുത്തെ സന്നിധിയിലേക്ക് ഇതാ നിന്റെ മകൾ മടങ്ങുന്നു. ദൈവമേ, ലോകപ്രകാരം ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, എങ്കിലും ഈ മരണം ഒരവസാനമല്ല എന്നും ഇതിനപ്പുറം ഒരു വലിയ നിത്യത ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നും ആ കർത്താവ് മഹിമയോടെ വെളിപ്പെടുന്ന നാളിൽ ഞങ്ങൾക്ക് നിന്റെ മകളെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടും കൂടെ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ മകളെ ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നപ്പാ. പ്രിയ കുഞ്ഞോൻചാനെയും പ്രിയ ബെൻസിയെയും ലിസിനെയും പ്രിയ ബെൻസിയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സഹോദര കുടുംബങ്ങൾക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളുടെയൊക്കെ മനസ്സിന്റെ സങ്കടവും വേദനയും അവിടുന്ന് ഏറ്റെടുക്കണം, ദൈവികമായ കൃപകളാൽ നിറയ്ക്കണം. കർത്താവേ, തങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും സ്നേഹവും കരുതലും നൽകിയാണല്ലോ നിന്റെ മക്കളെ കർത്താവെ യാത്ര അയക്കുന്നത്. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾക്ക് നീ അവിടുന്ന് സ്വർഗീയമായ പ്രതിഫലം നൽകി അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അനേകർക്ക് പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. എല്ലാറ്റിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ മകളുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ഹല്ലേലൂയ പാടുവാൻ തക്കവണ്ണം, നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഈ നിമിഷം അവിടുന്ന് ഇടയാക്കുന്നുവല്ലോ. കർത്താവേ, നിത്യതയിൽ കർത്താവേ നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ അവകാശത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കാൽവറി ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗീയമാലാമാരും പ്രധാനമാലാമാരും ശ്രദ്ധിക്കുന്നത് പോലെ വിലകിലും ഭാവികളുമായി എല്ലാ സമയത്ത് ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നൽകും. മനുഷ്യമക്കൾക്ക് നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിരിക്കുകയും ചെയ്യും. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരുന്ന ദൈവമായ കർത്താവ്, നിന്നെയും യേശുമിശിഹായ പുത്രനായിരുന്ന ദൈവമായ കർത്താവ്, വിശുദ്ധ കൂടാടുകൂടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവിൻ്റെ കുടുംബത്തിനും മതിനും ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്നത് വെച്ചിരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായുള്ളവയെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്നതിന് നിന്റെ ചെവിചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മുടക്കത്തോടു കൂടി ഇരിക്കുന്ന നീ മാത്രം പരിശുദ്ധനാകും. വിശുദ്ധ റൂഹായുടെ കൂടെ ശമിശിയ നീ മാത്രം കർത്താവുമാകുന്നു. ആ മിൻകാലം മുഖേലും നേരം മുഖേലും ഞങ്ങൾ ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്നേക്കും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാം മഹത്വമുള്ള നിന്നേക്കും മഹത്വങ്ങളുടെ പ്രാബല്യമുണ്ട്. സ്തുതിനക്ക് യോഗ്യമാകുന്നു. സ്തുതിനക്ക് ചേർച്ച കാലത്തും ദൈവം
പുകഴ്ച ചേർച്ചയാകുന്നത് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കം തന്നെയാണ്. മഹാനേശും ശീഹ അതിൻ്റെ കരുണയുടെ വാതിലടി ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നടക്കരുത്. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നു നിങ്ങളുടെ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകും. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹത്തിൻ്റെ അടുത്തിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകുന്നു. പരിശുദ്ധിയുള്ള ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്ത രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നതിനും ജീവനുള്ളവരെയും മരിച്ചുവരെയും എത്തിപ്പാൻ തൻ്റെ വലിയ മൊത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നു. തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്ന നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലില്ലാതൊരുവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാണ് ഞങ്ങളെ വെച്ച് പറഞ്ഞു. മരിച്ചുപോയവരുടെ ഉയർത്തിനും പെരുവാറ്റിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനമേ നോക്കിപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം ഇതിനോട് നാൾ തലഹോ ഹാലേലൂയ്യ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശരണത്താലെ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസന്യം ജീവസ്വരമത് നടത്തണമേ. ഗബറിനുദ്യാനത്തിൻ കാലസ്കുറിയലായി വിരേകുന്നു രാജാ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്നി അവരുവരോട് എഴുന്നേറ്റു ഇരകുന്നേ. എന്റെ ശരീരം ഭാക്ഷി എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ട് മരിച്ചത് എന്നും കർത്താ തന്നരുളിന്റെ മഹത് മുറിയോറാഹേമേലനുമാതാർ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ എൻ്റെ സൃഷ്ടിയെ നിയുക്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവെ, ആശ്രയത്തെക്കുറിച്ച് മരിച്ച നിന്റെ വരവിനെ നോക്കി പാർക്കുന്നു. മരിച്ചു കയറുന്നു അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും മടിയിൽ അവരെ ദിവസിപ്പിക്കണം. വന്നവനും വരുന്നവനും മരിച്ചുപോയവരെ ഉറപ്പിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങൾ ആത്മാക്കൾ ഒരുപോലെ ടോസ്റ്റ് പറയുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ബഹുമാനപ്പെട്ട വികാരി ഞങ്ങളെല്ലാവരുടെയും പ്രത്യേകിച്ച് ഫ്യൂണറൽ ഹോമിനോട് ഉള്ള പ്രത്യേകമായിട്ട്
ആശീർവാദം പറയാം. بريكيتون مريكل كون هذا بعد اسمه يبرو هون بارك ناسلا تدايما من دش مستخدر هون إذا نفاسيلين مريالو نفاسيلا إذا نيوزوم قبلوسوم أبيت نسلابوسو ديلام كيلوسو أخوسو دوم بيمان ديلام دوراهم أبو ببرو كاديشو خوشو ببكول اسباني لو المين آمين. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ.
ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.